My duty and pleasure to introduce Jerrin Mathew. ജെറിൻ മാത്യു നമ്മുടെ ഒരു സുഹൃത്താണ്. നമ്മുടെ ക്ലബ് ഹൗസിൽ ഇതിനു മുൻപും ചില സെഷൻസിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ മറ്റൊരു ഇതുപോലെ തന്നെ ഒരു നല്ല സെഷൻ ചെയ്തായിരുന്നു, അഖിൽ എന്ന് പറഞ്ഞൊരു സുഹൃത്തിനെ വെച്ച്. ആ സമയത്തും ജെറിൻ കുറച്ചു നേരം നമ്മുടെ സെഷനിലുണ്ടായിരുന്നു. മറ്റ് IBTയിലൊക്കെ അദ്ദേഹം വന്ന് ഇടയ്ക്കൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പം ചില ആൾക്കാരെങ്കിലും ജെറിനെ ഇതിനു മുൻപും യു മേ ഹാവ് സീൻ ജെറിൻ. ജെറിനെ പറ്റി പറയുകയാണെങ്കിൽ ജെറിൻ ഇസ് എ ഗുഡ് ഫ്രണ്ട്. ഞാനും JKV ബ്രദർ അഥവാ ജേക്കബ് ബ്രദറും ജെറിനും ഒക്കെ ബാംഗ്ലൂർ ICPF അപ്പോളജറ്റിക്സ് വിങ്ങിൽ ആക്റ്റീവായിട്ടുള്ള, അങ്ങനെയാണ് വി നോ ഈച്ച് അതർ. Jerrin is a doctoral student in cell biology at Indian Institute of Science in Bangalore. അദ്ദേഹത്തിൻ്റെ മാസ്റ്റേഴ്സ് he did in biological sciences, ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു വർഷം അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ തന്നെ ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ട് വർക്ക് ചെയ്തു. He was looking at the specific aspect of fission yeast meiotic self division. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ എ സ്റ്റിൻറ്റ് ജൂനിയർ റിസർച്ച് ഫെലോ എന്ന സ്റ്റിൻറ്റ് അദ്ദേഹം ഒരു വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെൽ ബയോളജി തന്നെ. അദ്ദേഹത്തിൻ്റെ വർക്ക് is to decipher a role for protein in controlling cargo trafficking in melanin synthesizing cells called melanocytes, and he's currently working on trying to understand the role of protein in cargo trafficking in cancer cell line. I mean, it's Greek and Latin to many of us, but sounds interesting anyway. So Jerrin, it's a pleasure to have you with us. So ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് ആസ് നമ്മൾ സംസാരിച്ച പോലെ തന്നെ wonders in the cell. So irreducible complexity wonders in the cell. അപ്പം തീർച്ചയായിട്ടും അടുത്ത ചില മിനിറ്റുകൾ Jerrin will be presenting the information and the argument. അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും താഴെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മുകളിലേക്ക് വരാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിനുള്ള അവസരം തീർച്ചയായിട്ടും it will be there. So with that, it's my joy to have you, Jerrin. You can take over the mic. Thank you, Asher. Thank you all. So in today, we will we will look at the cell. സെല്ലിനകത്തുള്ള ഒരു നമ്മൾ ഇപ്പം നമ്മൾ കുറെ കേട്ട് കാണുമല്ലോ, ഇപ്പം കൊറോണ വൈറസ് എന്ന് പറയുന്ന കൊറോണ വൈറസിനെ കുറിച്ച് നമ്മൾ കേട്ടാണ്. പക്ഷെ കൊറോണ വൈറസ് എങ്ങനെയാണ് ഫംഗ്ഷൻ? കൊറോണ വൈറസ് ഫംഗ്ഷൻ ചെയ്യുന്നത് വേറൊരു പ്രത്യേക സെൽ ടൈപ്പിനെ അഫക്ട് ചെയ്യാണ്. അപ്പൊ എന്തുവാണ് ഈ സെല്ല്? എന്താണ് സെല്ല്? സെല്ലിന്റെ ഇമ്പോർട്ടൻസ് എന്തുവാണ്? വാട്ട് ഈസ് ഇറ്റ്? എന്താണ്? ദാറ്റ്സ് വാട്ട് ടുഡേ വി വിൽ ലുക്ക് അറ്റ്. ആൻഡ് അപ്പം അതുകൂടാതെ നമ്മൾ ഈ സെല്ലിനെ ചിന്തിക്കുന്നത് ചുമ്മാ ഒരു ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ, അതോ അതൊരു അതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണോ? ഈ രണ്ടു മൂന്ന് ആസ്പെക്ട്സിനെ കുറിച്ചായിരിക്കും ഞാൻ ഒരു സെന്റൻസ് ഇങ്ങനെയായിരുന്നു: സെൽ ഇസ് ദ മോസ്റ്റ് ഡീറ്റെയിൽഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നോൺ ടു ഹ്യൂമാനിറ്റി. അപ്പൊ അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ, നോൺ ടു ഹ്യൂമാനിറ്റി, സെൽ ഇസ് ദ മോസ്റ്റ് കോൺസെൻട്രേറ്റഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. നമ്മളൊക്കെ ഞാൻ ഈ സെല്ലിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുമ്പോൾ ഈ നിങ്ങളൊരു എല്ലാവരും ഒന്ന് ഒരു നഗരം അല്ലെങ്കിൽ ഒരു പട്ടണത്തെ ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെയായിരിക്കും ഒരു പട്ടണത്തിൽ കാണുക? വാട്ട് ഓൾ വിൽ ബി ദെയർ ഇൻ എ സിറ്റി. ഒരു സിറ്റിക്കകത്താണെങ്കിൽ അപ്പൊ ഞാനെന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും വാട്ട് ഓൾ വിൽ ബി ദെയർ ഇൻ എ സിറ്റി. അപ്പൊ ഞാൻ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, വാട്ട് ഈസ് എ സെൽ? അപ്പം ഈ ഇത്രയും വർഷത്തെ ഒരു സയന്റിഫിക് ഒബ്സർവേഷൻസിന്റെ ബേസിസിൽ സയന്റിസ്റ്റ് 1800-കളിൽ രണ്ട് സയന്റിസ്റ്റ്, മത്തിയാസ് ലീഡൻ, തിയോഡോർ സ്ക്വാൻ, അവർക്കാണെങ്കിൽ ഒരു സെൽ തിയറി എന്ന് പറയുന്ന ഒരു തിയറി അവർ ഫോർമുലേറ്റ് ചെയ്തു. ദാറ്റ് തിയറി ഈസ് ഈവൻ റെലവെന്റ് ഈവൻ ടുഡേ. അവർ പറഞ്ഞത് all organisms are made up of cells എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന എല്ലാ, all living organisms are made up of cells. Cells are the basic unit of life. All cells come from pre-existing cells. അപ്പൊ ഞാൻ എന്തുവായി പറയുന്നത്? all organisms are made up of cells എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന എനി ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മൾ ഈ കാണുന്ന ഒരു ചെറിയ പാറ്റയോ ഉറുമ്പോ അല്ല കാണുന്ന ആനയോ അല്ലെങ്കിൽ നമ്മൾ ആരും കാണാത്ത ബാക്ടീരിയോ, എല്ലാം എവ്രിതിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ഇപ്പൊ അവിടെ മനുഷ്യ ശരീരം തന്നെ നമുക്ക് എടുത്തു നോക്കാം. മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ എന്റെ തല തൊട്ട് അങ്ങ് കാൽപാദം വരെ സെൽസ് ആണ്. സെൽ അല്ലാതെ
സെൽ ഇല്ലാതെ ഒരു ലൈഫ് ഇല്ല. വി ആർ ഓൾ സെൽസ്. യുനോ നമ്മൾ വെറും വി ആർ നോട്ട് മോളിക്യൂൾസ് പാക്കേജ് ടുഗദർ, റാദർ വി ആർ സെൽസ് പാക്കേജ് ടുഗദർ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു we are, you know, we are cells together, we are not just random molecules together. പിന്നെ cells are the basic and fundamental unit of life. ഇപ്പം നമുക്ക് ഞാൻ ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയണമെങ്കിൽ, നിങ്ങളൊരു സ്കൂൾ എടുത്തു, ഒരു സ്കൂളിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ സ്കൂളിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് റൂം ആണ്. കാരണം എന്തുവാണ്? the bigger idea of the school is that it will provide education. പക്ഷെ അത് നടക്കുന്നത് എവിടെയാണ്? it's like in the classroom. ക്ലാസ് റൂമിൽ നടക്കുന്ന ഇതാണ്, യുനോ, ഇറ്റ് ഇസ് ബീങ് പ്രസന്റഡ് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ. സോ യുനോ all things, നമ്മുടെ ഈ ലൈഫിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സിന്റെയും ഫണ്ടമെന്റൽ ആയിട്ട് ആക്ച്വലി നടക്കുന്നത് ആദ്യം സെല്ലിലാണ്. സെല്ലിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നില്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ, the bigger function will be affected. Okay, I will come to that later. അതിപ്പോ ഞാൻ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആക്കിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. all organisms, ഏതൊരു ലിവിങ് ഓർഗാനിസം, we are made up of cells. Cells are the fundamental unit of life. പിന്നെ അതുകൂടാതെ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, cells come from pre-existing cells. എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പം മണ്ണെടുത്തിട്ട് ഏതെങ്കിലും ഒരു ക്യാബിന് വെച്ചാൽ പെട്ടെന്ന് സെല്ലൊന്നും ഉണ്ടാവത്തില്ല. എത്ര കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും കൊടുത്താലും സെല്ലൊന്നും അങ്ങനെ കണ്ണടച്ചൊന്നും അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരു പുതിയൊരു സെല്ല് വരണമെങ്കിൽ അതിന് മുമ്പ് ഒരു സെൽ ഉണ്ടായിരിക്കണം. ആ സെല്ലിൽ നിന്നാണ് വേറെ ഒരു സെല്ല് വരുന്നത്. This is fundamental biology about the cell. Okay, ഇനി ഞാൻ പറഞ്ഞല്ലോ, വി ആർ ഓൾ മേഡ് അപ്പ് ഓഫ് സെൽസ്. നമ്മുടെ തല മുതൽ അങ്ങ് കാൽപാദം വരെ വി ആർ ഓൾ സെൽസ്. നമ്മുടെ ഈ സ്കിന്ന്, രക്തം, ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ ബോൺസ്, മസിൽസ്, ദേ ആർ ഓൾ മേഡ് അപ്പ് ഓഫ് സെൽസ്. ഓക്കെ, ഇപ്പം so that is why cell is very important. That is why it is the fundamental unit of life. ഞാനൊരു ഹൈറാർക്കി പറഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് വ്യക്തമാവുമായിരിക്കും. നമുക്ക് എല്ലാവർക്കും ആറ്റംസിനെ കുറിച്ച് അറിയാമല്ലോ. സോ ഇറ്റ് ഇസ് ആറ്റംസ്. പിന്നെ ആറ്റംസ് മേക്ക് അപ്പ് molecules make up, subcellular compartments. Then these molecules make up cells. ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സെൽസ് ആയിരിക്കും ഒരു പ്രത്യേക ടിഷ്യൂവിനെ ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ലിവറിനകത്തുള്ള ടിഷ്യൂ, ആ ലിവർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു particular group of cells together form that tissue. For example, muscle എന്ന് പറയുമ്പോൾ ഒരു type of muscle cells is what makes muscle. So cell is the fundamental unit of life. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം തന്നെ തുടങ്ങിയത് ഒരു സെല്ലായിട്ടായിരുന്നു. We started our life as a single cell. അതിപ്പം നമുക്ക് ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എടാ അതെങ്ങനെയായിരിക്കും? How did I start my life as a single cell? We all are, we all started life as less than 1 millimeter diameter cellular unit. That was the beginning of our life. നമ്മളെല്ലാവരും അങ്ങനെയായിരുന്നു. We started life as a single cell. ആ ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് ഈ ഇന്നത്തെ നമ്മൾ കാണുന്ന ഹ്യൂമൻ ശരീരം. അപ്പൊ ഈ മനുഷ്യ ശരീരത്തിൽ ഇന്നിപ്പോ ഒരു ആവറേജ് ഹ്യൂമൻ ബോഡിക്ക് അതാണെങ്കിൽ ഏകദേശം ട്രില്യൻസ് ഓഫ് സെൽസ് ആണ്. ട്രില്യൻസ് ആൻഡ് ട്രില്യൻസ് ഓഫ് സെൽസ് ആണ്. How did from one single cell to form these many cells, trillions of cells? അതുകൂടാതെ how many types of cells? എന്റെ കണ്ണിലുള്ള ടിഷ്യൂ അല്ല എന്റെ സ്കിന്നിലുള്ള ടിഷ്യൂ. I will deal with that a little later. അപ്പോ ഞാൻ ഒന്നുകൂടി ഒന്ന് എടുത്ത് പറയാണ്, സെൽ ഇസ് ദ ഫങ്ഷണൽ ആൻഡ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പം I want you to really understand what exactly I mean when I say functional and fundamental unit of something. A functional and fundamental unit of something would mean that in that unit has all functions representative of functions that are happening on a bigger scale. എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റിൽ നടക്കുന്ന എല്ലാ ഫങ്ഷൻസും അല്ലെങ്കിൽ ആ യൂണിറ്റിൽ നടക്കുന്ന ഫങ്ഷൻസ് ആയിരിക്കും, it will be at the larger scale, it will be evident. ഇപ്പം ഞാൻ I don't want to complicate this. I will just give you some examples. ലൈഫ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കും അതിന്റെ പ്രോസസ്സസ്? ഇപ്പൊ നമ്മളൊരു ഒരു പ്രത്യേക ഒബ്ജക്റ്റിനെ കാണുമ്പോൾ ആ ഒബ്ജക്റ്റ് ലിവിങ് ആണോ അല്ലയോ എന്ന് നമുക്ക് പറയണമെങ്കിൽ എന്തൊക്കെയായിരിക്കും നമ്മുടെ ഓരോ പാരാമീറ്റേഴ്സ്?
നമുക്ക് പല പല പാരാമീറ്റേഴ്സ് കാണുമല്ലോ. ഒന്ന് അതിന് ഗ്രോത്ത് കാണണം, അതിന് ഡെവലപ്മെന്റ് കാണണം, അത് റീപ്രൊഡ്യൂസ് ചെയ്യണം, അതിന് എനർജി ഉണ്ടാക്കാനും അത് യൂസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി വേണം, വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വേണം, പിന്നെ എൻവയറമെന്റിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി വേണം, ഒരു പ്രത്യേക തരം റെഗുലേഷൻ വേണം. റെഗുലേഷൻ ഇല്ലാതെ ഒന്നും പറ്റത്തില്ല. അപ്പം ഒരു പ്രത്യേക തരം ഓർഡറും വേണം. അപ്പൊ ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ അതിന് ലൈഫ് ഉണ്ടോ, അതൊരു ഒരു ലിവിങ് ഓർഗാനിസം ആണോ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സും സെല്ലിനകത്തും ഉണ്ട്. സെൽ വിൽ ഗ്രോ ആൻഡ് ഡിവൈഡ്, ഒരു സെല്ല് റീപ്രൊഡ്യൂസ് ചെയ്യും, ഒരു സെല്ലിനാണെങ്കിൽ എനർജി ഉണ്ടാക്കാനും യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ഒരു സെല്ലിനകത്താണെങ്കിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്, ഒരു സെല്ലിനാണെങ്കിൽ എൻവയറമെന്റിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ എന്നെ വളരെ ഇത് ചെയ്യുന്ന ഒരു കാര്യം, സെൽ ഇസ് ഹൈലി കോർഡിനേറ്റഡ് ആൻഡ് ഇറ്റ് ഇസ് ഹൈലി റെഗുലേറ്റഡ്. എല്ലാ പ്രോസസ്സും വളരെ റെഗുലേറ്റഡ് ആയിട്ടാണ്. കാരണം ഒരു സെല്ലിനകത്ത് ഒരു റെഗുലേഷൻ തെറ്റിപ്പോയാലുള്ള ഒരു ഇത് അറിയണമെങ്കിൽ ക്യാൻസർ സെല്ലിനെ എടുത്ത് നോക്കിയാൽ മതി. ഒരു സെല്ല് കറക്റ്റ് സമയത്ത് ഡിവൈഡ് ചെയ്യാത്തതിന്റെ ഒരു ഇതാണ്, അല്ലെങ്കിൽ ആ സെൽ ഡിവിഷൻ പ്രോസസ് തെറ്റിപ്പോകുന്നതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ക്യാൻസർ. അപ്പൊ അത് ഐ വിൽ ഡീൽ വിത്ത് ദാറ്റ് ഇൻ ലിറ്റിൽ ലേറ്റർ. അപ്പോ സെൽ ഇസ് എ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. സെൽ എന്ന് പറയുമ്പോൾ അത് ഇറ്റ് ടേക്സ് ഇൻ ന്യൂട്രിയൻസ്, അത് വേസ്റ്റ് ഇത് ചെയ്യുന്നു, അത് ഡിറ്റക്ട്സ് ഇൻ റെസ്പോൺസ് ടു ദി എൻവയറമെന്റ്, അത് മൂവ് ചെയ്യുന്നു, അത് ഇറ്റ് ബ്രീത്ത്സ്, അത് വളരുന്നു, ഇറ്റ് ഗ്രോസ്, ഇറ്റ് റീപ്രൊഡ്യൂസസ്. സോ a cell is a fundamental unit of life. ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു ഇപ്പൊ സെല്ലിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു സെല്ലിന് ഒരു ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ കോമ്പണന്റ്സ് കാണും എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? ഇപ്പോ ഒരു സിസ്റ്റം എന്തൊക്കെ ഫങ്ഷൻ ചെയ്യുന്നു, അപ്പം ആ ഫങ്ഷന്റെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റും, ഓക്കെ ഈ സിസ്റ്റം ഈ ഒരു ഫങ്ഷൻ ചെയ്യുന്നു, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കോമ്പണന്റ് കാണണമല്ലോ, അല്ലെ? അപ്പം അതുപോലെയാണ് ഒരു സെല്ലിനകത്തും. ഒരു സെല്ല് ഒരു പ്രത്യേക ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോമ്പണന്റ് സെല്ലിനകത്ത് കാണണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സെല്ലാണെങ്കിൽ സെൽ ഗ്രോസ്, റീപ്രൊഡ്യൂസസ്, പ്രൊഡ്യൂസസ് എനർജി, ഹാസ് വേസ്റ്റ് ഡിസ്പോസൽ, റെസ്പോൺസ് ടു എൻവയറമെന്റ് റെഗുലേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കോമ്പണൻസും സെല്ലിനകത്ത് കാണണം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്, ഹൗ വുഡ് എ സെൽ ഡു ഓൾ ദിസ്? ഓക്കെ, സോ ഹൗ ഡു ഐ നോ ഇഫ് പർട്ടിക്കുലർ കോമ്പണന്റ് ഇസ് പാർട്ട് ഓഫ് എ സിസ്റ്റം? ഒരു സിസ്റ്റം ഒരു പ്രത്യേക ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കോമ്പണന്റ് ഒരു സെല്ലിനകത്ത് കാണണം. അപ്പൊ നമ്മൾ കണ്ടു സെൽ ഡസ് സം 7 or 8 പ്രോസസ്സസ്. അപ്പോ എന്തൊക്കെയാണ് സെല്ലിനകത്തുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾ ഇതിനെ കുറിച്ചൊന്ന് ഒരു റിലേറ്റീവ് ആയിട്ട് ഒരു ഐഡിയ തരാൻ നിങ്ങൾ ഒരു സിറ്റിയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പം ബാംഗ്ലൂർ പട്ടണം, അല്ലെങ്കിൽ ലെറ്റ്സ് ടേക്ക് ഏതെങ്കിലും ഒരു സിറ്റി, ഒരു ബാംഗ്ലൂർ പട്ടണം, നമുക്ക് ബാംഗ്ലൂർ. അപ്പം ബാംഗ്ലൂർ പട്ടണത്തിൽ എന്തൊക്കെയായിരിക്കും കാണുക? ഇൻസൈഡ് സിറ്റി നമുക്ക് എന്തായാലും ഒരു കാര്യം വളരെ ഒബ്വിയസ് ആണല്ലോ, വെഹിക്കുലർ മൂവ്മെന്റ്, അല്ലെങ്കിൽ ഈ വണ്ടികളുടെ മൂവ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം സോ വെഹിക്കുലർ മൂവ്മെന്റ് ഇസ് വൺ തിങ് ഇൻസൈഡ് സെൽ. അതേപോലെ സെല്ലിനകത്തും ഈ കാർഗോ എന്ന് പറയുന്ന കാർഗോ മൂവ്മെന്റ് ഉണ്ട്. ഫ്രം വൺ പോയിന്റ് ടു ദി അനദർ പോയിന്റ് ദർ ഇസ് കാർഗോ മൂവ്മെന്റ്. അപ്പൊ ഈ കാർഗോ ഇപ്പൊ നമ്മുടെ ഈ സിറ്റിയിലായാലും എന്തെങ്കിലും മൂവ് ചെയ്യണമെങ്കിൽ എന്താ നമുക്ക് വേണ്ടത്? റോഡ് വേണം, ഹൈവേ വേണം. അതേപോലെ തന്നെ ഒരു സെല്ലിനകത്തും ഹൈവേസ് ഉണ്ട്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ, സെല്ലിനകത്ത് ഹൈവേ ഉണ്ട്, സെല്ലിനകത്ത് ഈ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഈ കാർഗോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള ഒരു മെഷീനറി ഉണ്ട്, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ദർ ഇസ് മൂവ്മെന്റ് ഓൾസോ ഇൻസൈഡ് ദ സെൽസ്. അപ്പം ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സിറ്റിക്കകത്ത് കൺസ്ട്രക്ഷനും നടക്കും, ഡിസ്ട്രക്ഷനും നടക്കും, അതല്ലേ? ഇപ്പം ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് ലോട്ട് ഓഫ് തിങ്സ്. അതേപോലെ ഒരു സെല്ലിനകത്തും ദർ ഇസ് ലോട്ട് ഓഫ് കൺസ്ട്രക്ഷൻ ഗോയിങ് ഓൺ ആൻഡ് ഡിസ്ട്രക്ഷൻ ഗോയിങ് ഓൺ. പക്ഷെ ഒരു സെല്ലിനകത്തുള്ള വെരി ബ്യൂട്ടിഫുൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇൻസൈഡ് എ സെൽ ദർ വിൽ ബി റെഗുലേറ്റഡ് കൺസ്ട്രക്ഷൻ ആൻഡ് റെഗുലേറ്റഡ് ഡിസ്ട്രക്ഷൻ. എന്ന് പറഞ്ഞാൽ കണ്ടതിനെ കൊണ്ടുപോയി കളയുക എന്നുള്ള ഇതല്ല, വളരെ റെഗുലേറ്റഡ്. അപ്പൊ ഇൻ ദാറ്റ് സെൻസ് ഒരു സിറ്റി ലൈഫിനെ കാട്ടി ഒന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് സെല്ല്. സിറ്റിക്ക് അതാണെങ്കിൽ എന്തിനെ എപ്പോഴാ ഇത് ചെയ്യേണ്ടതെന്നുള്ള എന്ന് പറഞ്ഞാൽ ആ ഒരു റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു റാൻഡം ചോയ്സ് പോലെയാണ്. പക്ഷെ ഒരു സെല്ലിനകത്ത് കൺസ്ട്രക്ഷനും
ഡീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ നടക്കുന്നത് വളരെ റെഗുലേറ്റഡ് ആയിട്ടാണ്. അപ്പം ഈ കൺസ്ട്രക്ഷനും ഡിസ്ട്രക്ഷനും ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണ്ട? വർക്കേഴ്സിനെ വേണം, അല്ലെ? ജോലിക്കാരെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതേപോലെ സെൽസിനകത്തും ഇങ്ങനെ ജോലിക്കാരുണ്ട്. അപ്പൊ ഞാൻ ഈ ടേംസ് യൂസ് ചെയ്യുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ, നിങ്ങൾക്കൊരു ഐഡിയ തരാനാണ് എന്തൊക്കെ ഒരു സെല്ലിനകത്തുണ്ടെന്ന്. ഇപ്പം ഇത് വളരെ ടെക്നിക്കൽ ലാംഗ്വേജിലേക്ക് പോയാൽ ചിലപ്പോൾ ഇത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വളരെ അനലോഗ് യൂസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ കണ്ടു ഒന്ന്, ഒരു സെല്ലിനകത്ത് ഒരു പട്ടണത്തിൽ നടക്കുന്ന ഒരു കാർഗോ മൂവ്മെന്റ് അല്ലെങ്കിൽ വെഹിക്കുലർ മൂവ്മെന്റ് പോലെ സെല്ലിനകത്തും മൂവ്മെന്റ് ഉണ്ട്. കൺസ്ട്രക്ഷനും ഡിസ്ട്രക്ഷനും നടക്കുന്നത് പോലെ തന്നെ നമ്മുടെ സെല്ലിനകത്തും കൺസ്ട്രക്ഷനും ഡിസ്ട്രക്ഷനും ഉണ്ട്. പിന്നെ ഏതെങ്കിലും എവറി സിറ്റി, എല്ലാ പട്ടണത്തിനും വേസ്റ്റ് ഡിസ്പോസലും റീസൈക്ലിംഗ് സിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ ഒരു സെല്ലിനകത്തും വേസ്റ്റ് ഡിസ്പോസലും റീസൈക്ലിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ ഇത് ചോദിക്കേ വേണ്ട, എല്ലാ സിറ്റിക്കകത്തും ഒരു എഫിഷ്യന്റ് പവർ പ്രൊഡക്ഷൻ പ്ലാന്റ് ഉണ്ട്, പവർ ജനറേഷൻ പ്ലാന്റ്. അതേപോലെ ഒരു സെൽ ഹാസ് ഡെഡിക്കേറ്റഡ് സെന്റേഴ്സ് ഫോർ പവർ ജനറേഷൻ. പിന്നെ സിറ്റി ഹാസ് എ റിപ്പോസിറ്ററി അല്ലെങ്കിൽ ഡേറ്റാബേസ് അല്ലെങ്കിൽ ഒരു ലൈബ്രറി പോലെ ഒരു ഇത് കാണും. അതേപോലെ ഒരു സെല്ലിനകത്തും അതിന്റെ ഒരു മെയിൻ ഡേറ്റാബേസ് റിപ്പോസിറ്ററി ഉണ്ട്. ഇപ്പം അതാണ് നമ്മൾ ഈ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഐ വിൽ ഷോ യു വാട്ട് ദേ ആർ. പിന്നെ ഒരു സിറ്റിക്കകത്താണെങ്കിൽ പോസ്റ്റൽ സിസ്റ്റം ഉണ്ട്. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു പ്രത്യേക ടാഗ് വെച്ചിട്ട് ശരി ഇന്ന ആൾക്കുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞൊരു നമുക്ക് ഡെലിവറി നടത്തണമെങ്കിൽ നമ്മൾ പോസ്റ്റൽ സിസ്റ്റം വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ സെല്ലിനകത്തും ഒരു പോസ്റ്റൽ സിസ്റ്റം ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി എല്ലാ സിറ്റിക്കും അതിന്റെ ഒരു പട്ടണത്തിനും അതിനായിട്ടുള്ള ഡിഫൈൻഡ് ബൗണ്ടറീസ് ഉണ്ട്. അതേപോലെ ഒരു സെല്ലിനകത്തും അതിനായിട്ടുള്ള ഡിഫൈൻഡ് ബൗണ്ടറീസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ എന്തൊക്കെയാണ്. അപ്പം ടെക്നിക്കൽ ലാംഗ്വേജിൽ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ. സെല്ലിനകത്ത് ഞാൻ പറഞ്ഞു ലൈബ്രറി ഉണ്ടെന്ന്. ആ ലൈബ്രറിയുടെ ഇതിനാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. വർക്കേഴ്സ് ഉണ്ട്. വർക്കേഴ്സിനാണ് നമ്മൾ റൈബോസോംസ് അല്ലെങ്കിൽ എൻസൈംസ്, റൈബോസോംസ് ആൻഡ് എൻസൈംസ്. അപ്പൊ സെല്ലിനകത്താണെങ്കിൽ ദർ ഇസ് എ മാനുഫാക്ചറിംഗ് പാർക്ക്, ഇൻഡസ്ട്രിയൽ പാർക്ക് വെർ ഓൾ തിങ്സ് ആർ മെയ്ഡ് അപ്പ്. അപ്പൊ അതിനാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്ന ഒരു ഇത്. പിന്നെ ഞാൻ പറഞ്ഞു സെല്ലിനകത്ത് പവർ പ്രൊഡക്ഷൻ സെന്റർ ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് മൈറ്റോകോൺഡ്രിയ. ദർ ഇസ് എ റീസൈക്ലിംഗ് പ്ലാന്റ്, ദാറ്റ്സ് കോൾഡ് ലൈസോസോം. പിന്നെ ഞാൻ പറഞ്ഞു ട്രാൻസ്പോർട്ട് സിസ്റ്റം is called the highways are called the cytoskeleton. Cell boundary, that's called the cell membrane. The cell's post office system, that's called the Golgi complex. So you see how complicated the cell is. See, and one important thing you have to understand is ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം മിസ്സിംഗ് ആണെങ്കിൽ ദ സെൽ വിൽ നോട്ട് ഫംഗ്ഷൻ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പവർ സ്റ്റേഷൻ ഇല്ലെങ്കിൽ എവിടെ നിന്നാണ് സെല്ലിന് പവർ സ്റ്റേഷൻ ഇത് ചെയ്യാൻ പറ്റുക? സെല്ലിനകത്ത് റീസൈക്ലിംഗ് പ്ലാന്റ് ഇല്ലെങ്കിൽ ദ സെൽ വിൽ അക്യൂമുലേറ്റ് ഗാർബേജ് and it will hurt the cell. സെല്ലിനകത്താണെങ്കിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ how will you move cargo from one place in the cell to the other place? If the cell does not have a post office system, how will you send materials where you need to send it to a particular destination? You see, the cell is so beautiful. But see, one more thing you have to understand is ഇതൊക്കെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് okay ലൈബ്രറി ഉണ്ട്, സെൽസ് ഉണ്ട്, വർക്കേഴ്സ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ in each ഓരോ ലൊക്കേഷനിലും many reactions are taking place at each moment of time. One thing please I want to tell you is if the cell sleeps, you are also sleeping. So that one thing you have to understand. If all the cells in your body go for a rest or they take a vacation, you can take a vacation forever. That is the state, because that is why if a cell is the fundamental unit of life, if a cell goes for vacation, you can also be assured that your case is also sort of determined. Okay, that was just something I just want to just let you know. So you see, our cell the cell is so complicated. There's so much architecture. There's so much architecture in this cell. I've just touched the tip of the iceberg. നിങ്ങളിപ്പം ഞാനിപ്പോ ഇതിന്റെ ഒരു ആക്ച്വൽ ഇലക്ട്രോൺ മൈക്രോഗ്രാഫ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ you will be അന്ന് ഏണസ്റ്റ് ഹേക്കൽ ചിന്തിച്ച ജെല്ലിയും ഇന്നത്തെ ഇലക്ട്രോൺ മൈക്രോഗ്രാഫ് നിങ്ങൾ നോക്കിയാല് how could he even think? But then we agree that അത് അന്നത്തെ ടെക്നിക്സ് അത്രമേ ഉള്ളായിരുന്നു. ഇനി നമ്മൾ ഇത്രയും കണ്ടു, ആർക്കിടെക്ചറിനെ കുറിച്ച് കണ്ടു. അപ്പം ഇനിയിപ്പോ ഉള്ളത് എങ്ങനെയാണ് സെല്ല് ഫങ്ഷൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ സെല്ലിനകത്ത് ഒരു ലൈബ്രറി ഉണ്ട്. ദ സെൽ ഇസ് ഇറ്റ് ഹാസ് എ ലൈബ്രറി ആൻഡ് ഇറ്റ് ഹാസ് DNA. അപ്പം this library contains information. ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് DNA എന്നുള്ള ഒരു ഫോമിലാണ്. DNA has information. നിങ്ങൾ എല്ലാവരും DNA കുറിച്ച് അറിയാതിരിക്കത്തില്ല എന്ന് എനിക്കറിയാം. അപ്പം
DNA contains information. അപ്പം എങ്ങനെയാണ് ഒരു സെല്ലിനകത്തുള്ള വർക്ക് ഫ്ലോ? സെല്ലിനകത്തുള്ള വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ DNA will make proteins will make up cells and cells make us. ഓക്കെ, ഞാൻ ഇപ്പൊ ഈ DNA makes protein എന്ന് പറഞ്ഞത് വളരെ ലേമാൻ ലാംഗ്വേജ് ആണ്. ടെക്നിക്കൽ ലാംഗ്വേജിൽ DNA makes proteins എന്ന് എനിക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാനും പറ്റത്തില്ല. ബട്ട് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. DNA makes proteins ആണ് സെല്ലിനെ ഉണ്ടാക്കുന്നത്. സെൽസ് ദേ മേക്ക് us up. അപ്പം എന്താണ് DNA-ക്കകത്തുള്ളത്? DNA-ക്കകത്താണെങ്കിൽ നമ്മുടെ സെല്ലിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, ഇപ്പം സെൽ എയോട് പറയാണ്, ഒരു DNA സെല്ലിനോട് പറയാണ്, സെൽ എനിക്ക് ഇന്ന പ്രോട്ടീൻ വേണം. അപ്പം അതിനുള്ള ഇൻസ്ട്രക്ഷൻ ഉള്ളത് DNA-യിലാണ്. അപ്പം all the cells, എന്റെ കണ്ണിലുള്ള ഐ പിഗ്മെന്റ്സും all the way to immune cells, അപ്പം every cell has, all the information is in the DNA, and this DNA is made into proteins ആണ് ഈ ഫംഗ്ഷൻ ഒക്കെ ചെയ്യുന്നത്. DNA എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് എ ലൈബ്രറി. ഈ ലൈബ്രറിയിൽ നിന്ന് ഐ വിൽ ആക്സസ് ഇൻഫർമേഷൻ ആൻഡ് ദാറ്റ് വിൽ ബി മെയ്ഡ് ഇൻ ടു പ്രോട്ടീൻസ്. ദിസ് പ്രോട്ടീൻസ് ആർ ദ വൺ ഹു ഡു ഓൾ ദ വർക്ക് ഇൻസൈഡ് ദ സെൽ. അപ്പം ഏകദേശം ഒരു എത്ര പ്രോട്ടീൻസ് കാണുമായിരിക്കും, അല്ലെങ്കിൽ എത്ര ജീൻസ് കാണുമായിരിക്കും നമ്മുടെ ഒരു ശരീരത്തിൽ? ഒരു മനുഷ്യ ശരീരത്തിൽ ഏകദേശം 20,000 ജീൻസ് ഒക്കെ ഉണ്ടെന്നാണ് കണക്കുകൂട്ടൽ. അറ്റ്ലീസ്റ്റ് 20,000 ജീൻസ്. one thing ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞല്ലോ, സെല്ലിന്റെ ഫംഗ്ഷൻ. there are lot things about cell functioning. I will come to that also. Working cell is more than a sum of parts. A functioning cell must be entirely correct at once in all its complexity. It's more than just the sum of its parts. Ipam a cell is so complex, you cannot make parts work in isolation and say that okay, that would be a very different kind of a study. You will not get the actual picture. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സിസ്റ്റം എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു സെല്ലിനകത്തുള്ള ഒരു പ്രത്യേക കമ്പാർട്ട്മെന്റ് എടുത്തിട്ട് അതിനെ ഐസൊലേഷനിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് ദ ഫുൾ പിക്ചർ. വൈ? ബിക്കോസ് ഇൻസൈഡ് ദ സെൽ, ഒരു സെല്ലിനകത്ത് ഓൾമോസ്റ്റ് എവറിഥിങ് ഇന്ററാക്ട്സ് വിത്ത് എവറിഥിങ് ആൻഡ് ഇറ്റ്സ് വെരി കോർഡിനേറ്റഡ്, വെരി കോംപ്ലെക്സ് ആൻഡ് കോർഡിനേറ്റഡ്. സോ സെൽ എന്ന് പറയുന്നത്, സോ ഹിയർ ഇസ്, അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിന്റെ ഹെഡിങ് നിങ്ങൾ എല്ലാവരും വായിച്ചു കാണുമായിരിക്കും, ഇർറിഡ്യൂസിബിൾ കോംപ്ലെക്സിറ്റി. അപ്പൊ വാട്ട് ഇസ് ഇർറിഡ്യൂസിബിൾ കോംപ്ലെക്സിറ്റി? ഇർറിഡ്യൂസിബിൾ കോംപ്ലെക്സിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒന്നും കൂടി ഈസി ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇതുണ്ട്. ഇപ്പം കൺസിഡർ എ സിസ്റ്റം ദാറ്റ് ഹാസ് 5 പാർട്സ്. 5 പാർട്സ് ഉള്ള ഒരു സിസ്റ്റത്തിന് നിങ്ങൾ ജസ്റ്റ് കൺസിഡർ എ സിസ്റ്റം വിത്ത് 5 പാർട്സ്. ഇപ്പോ ഏതെങ്കിലും ഒരു പാർട്ട് എടുത്ത് കളഞ്ഞാൽ ദ എൻറ്റയർ സിസ്റ്റം വിൽ കൊളാപ്സ്. അതാണ് ഇർറെഡ്യൂസിബിൾ കോംപ്ലെക്സിറ്റി. ഇപ്പം റെഡ്യൂസിബിൾ കോംപ്ലെക്സിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെഡ്യൂസിബിൾ കോംപ്ലെക്സിറ്റി എന്ന് പറഞ്ഞാൽ 5 പാർട്സ് ഉണ്ടെങ്കിൽ ഒരു പാർട്ട് എടുത്ത് കളഞ്ഞാലും ദ 4 ക്യാൻ സ്റ്റിൽ ഫംഗ്ഷൻ. പക്ഷേ ഇർറെഡ്യൂസിബിൾ കോംപ്ലെക്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ഒരു ഭാഗം എടുത്ത് കളഞ്ഞാൽ ദി എൻറ്റയർ സിസ്റ്റം വിൽ കൊളാപ്സ്. ബട്ട് ദാറ്റ് ഈസ് ഹൗ ദ സെൽ ഇസ് ഓൾസോ. ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു, ഞാൻ ചോദിച്ചല്ലോ, സെല്ലിന്റെ ഇപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് കളഞ്ഞാൽ വിൽ ദ സെൽ ബി ഏബിൾ ടു ഡു? No, because you see, every part is essential. Every part is essential for the cell. You cannot work without any components of the cell. Okay. So that is, so you see, that is how complex, that is what is the concept of irreducible complexity in the cell. Now see, I will close with maybe another 5 minutes, and then I can take some questions. See, if a cell has to, ഒരു സെല്ലിനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ, ഇനി നിങ്ങളൊരു വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ലാസ്റ്റ് കോൺസെപ്റ്റും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ട് ഐ വിൽ ക്ലോസ്. ഒരു സെല്ലിനകത്ത് ഞാൻ പറഞ്ഞു സെൽ പ്രോട്ടീൻസ് ഡു ദ വർക്ക് ഇൻസൈഡ് ദ സെൽ. പക്ഷെ ഒരു സെല്ലിനകത്ത് ഒരു സെല്ലിനകത്താണ്, ഇഫ് ദ സെൽ ലൈബ്രറി ഹാസ് എ ഡേറ്റാബേസ് that has 10,000 പ്രോട്ടീൻസ്, അല്ലെങ്കിൽ ഒരു 10,000 പ്രോട്ടീൻ ഉള്ള 10,000 പ്രോട്ടീൻ ഉള്ള ഒരു സെല്ലാണെങ്കിൽ, അല്ലെങ്കിൽ ആ സെല്ലിന്റെ ഡേറ്റാബേസിൽ 10,000 പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെല്ലാണെങ്കിൽ,
ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, at one point അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈം പോയിന്റിൽ all the 10,000 proteins will not be present. You cannot have all the proteins at the same time. And that's a very important idea. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, not all, ചില പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ they have to be produced at the correct time and at the correct place. ഞാനിപ്പോ ഇപ്പൊ ഒരു പ്രത്യേക സെല്ലിലാണെങ്കിൽ ഒരു എന്ന് പറഞ്ഞാൽ ടൈം പോയിന്റ് എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെല്ലിന് ഒരു പ്രോട്ടീനെ ഞാൻ വേറൊരു ടൈം പോയിന്റിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്താൽ ആ സെല്ലിന്റെ ഫങ്ഷൻ അഫക്റ്റ് ആവും. എന്ന് പറഞ്ഞാൽ ആ സെല്ലിന്റെ ഫങ്ഷൻ എന്തെങ്കിലും ഒരു ഡെട്രിമെന്റൽ ആയിട്ടുള്ള ഒരു എഫക്ട് വരും. സോ ഈവൻ ദോ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിനകത്ത് 20,000 അല്ലെങ്കിൽ 10,000 പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും എല്ലാ പ്രോട്ടീൻസും ഒരേ സമയത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. എല്ലാ സമയത്തും ഒറ്റ പർട്ടിക്കുലർ വൺ ടൈം പോയിന്റ് എല്ലാത്തിനും കാണാൻ പറ്റത്തില്ല. കാരണം പ്രോട്ടീൻസ് ഫങ്ഷൻ ചെയ്യാനുള്ള കറക്റ്റ് ടൈം പോയിന്റും ഉണ്ട്, അതിന്റെ കറക്റ്റ് സ്ഥലവും ഉണ്ട്, കറക്റ്റ് പ്ലേസും ഉണ്ട്. അപ്പം കറക്റ്റ് ടൈം പോയിന്റും കറക്റ്റ് പ്ലേസും ഉണ്ട്. അപ്പം ഇത് വളരെ റെഗുലേറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. ഹൗ ഡസ് എ സെൽ നോ? അപ്പൊ എങ്ങനെയാണ് ഒരു സെല്ലിന് അറിയാൻ പറ്റുക, അടാ ഇന്ന സമയത്ത് ഇന്ന പ്രോട്ടീനെ ഇന്ന സ്ഥലത്തേക്ക് അയക്കണം എന്ന് എങ്ങനെയാ പ്രോട്ടീൻ അറിയാം? അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന പ്രോട്ടീൻസിനെ നമ്മുടെ ഇന്ന പ്രോട്ടീന്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കണം എന്ന് എങ്ങനെയാ ഒരു സെല്ലിന് അറിയാം? ഇതൊക്കെ വളരെ കോർഡിനേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം അങ്ങനെ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ സെൽ. പിന്നെ ഞാനിപ്പോ ഒരു ജസ്റ്റ് ഒരു വളരെ ഒരു ജനറലൈസ് പിക്ചറെ നിങ്ങൾക്ക് തന്നോളൂ. നമ്മുടെ ശരീരത്തിലാണെങ്കിൽ ഏകദേശം 200 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. 200 ടൈപ്പ് ഓഫ് സെൽസ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഞാനൊരു നമ്മുടെ കണ്ണിലുള്ള ഒരു സെല്ലും എന്റെ സ്കിൻ അല്ലെങ്കിൽ എന്റെ മസിലിനകത്തുള്ള ഒരു സെല്ലും തമ്മിലുള്ള കുറെ ഡിഫറൻസ് ഉണ്ട്. എന്റെ മസിൽ സെല്ലിനകത്തുള്ള എല്ലാ പ്രോട്ടീൻസും അല്ലായിരിക്കും എന്റെ കണ്ണിലുള്ള എല്ലാ സെൽസും. കാരണം എന്റെ മസിൽ സെൽ സ്പെഷ്യലൈസ്ഡ് ആണ്. അതേപോലെ എന്റെ കണ്ണിലെ സെല്ലും വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ്. അപ്പം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു സിംഗിൾ സെല്ലിനാണ് ഞാനെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ പിറന്നു വീഴുന്ന എല്ലാവരും അങ്ങനെയാണ്, ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു സിംഗിൾ സെല്ലിന് ഇത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസിലേക്ക് നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി 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 കോംപ്ലിക്കേറ്റഡ്, വെരി റെഗുലേറ്റഡ്. കാരണം ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ഒരു തെറ്റ് വന്നാൽ the entire system is going to be affected. So you see, അപ്പം just like I was telling you, അപ്പം the cell has specialized, there are specialized cells inside the body. So for specialized cells, particular അല്ലെങ്കിൽ ഒരു പ്രത്യേക subset of proteins have to be expressed in the same way. So there's a lot of control, lot of coordination, and lot of regulation that is required. ഞാൻ ഒരു ലാസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് I'm going to close off. Then I'll be happy to take some questions. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. നിങ്ങൾക്കറിയാം, ഈ സെല്ലിനകത്ത് ചില സെല്ലുകളാണെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പ് സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ പേരാണ് സീലിയ അല്ലെങ്കിൽ സീലിയം, CILIUM. ഈ സീലിയം എന്ന് പറയുന്നത് സ്വിമ്മിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ബോട്ട് ഇത് ചെയ്യുമ്പോഴേ, നമ്മൾ ഈ ഒരു ബോട്ടേ കയറുമ്പോൾ ഈ ബോട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ ഹി വിൽ യൂസ് ഓർസ്, അല്ലെങ്കിൽ ഒരു ടു മേക്ക് ദ ബോട്ട് മൂവ് ഫോർവേഡ് ഹി യൂസസ് ഓർസ്. അപ്പം അതുപോലെ ഒരു സ്ട്രക്ചറാണ് സീലിയ. ഈ സീലിയ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡിനെ ടു മേക്ക് ഇറ്റ് പാസ് ഓഫ്, അതിനുവേണ്ടി ഉള്ള ഒരു പ്രത്യേക സ്ട്രക്ചറാണ് സെല്ല്. ഈ സീലിയക്കകത്ത് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ അറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹൃദയം എവിടെയാണ്? നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. ഈ സീലിയറി ബീറ്റിംഗ്, ലെഫ്റ്റ് ടു റൈറ്റ് ബീറ്റിംഗ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡയറക്ഷനിൽ അടിക്കുന്ന ഈ സീലിയ തിരിച്ചുള്ള ഡയറക്ഷനിലായി പോയാൽ എന്താ സംഭവിക്കാൻ അറിയാമോ? നമ്മുടെ ഹാർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിലാണ്, പക്ഷെ ഈ സീലിയക്കകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ നമ്മുടെ ഹാർട്ട് സിറ്റുവേറ്റ് ആവാൻ പോകുന്നത് റൈറ്റ് സൈഡിലാണ്. So you see how a single component can affect my entire body. So that's the beauty of the cell. It's so beautiful and it's so complex, yet it functions with so precision. നമ്മുടെ ബോഡിക്കകത്ത് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടായിരുന്നെങ്കിൽ, there was a single mistake, we would have a lot of difficulty. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു ഡിസീസ്
ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഞാൻ പറഞ്ഞല്ലോ ഡി എൻ എക്കകത്തുള്ള ഒരു ചെറിയൊരു മിസ്റ്റേക്കിന്റെ ഒരു ഇതായിട്ടാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഡിസീസ് വരുന്നത്. യു സി our the cell is very regulated, very complex, and so coordinated. And ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, it is it is the most concentrated organizational structure known to humanity. Nothing can match a cell. I will close with here, and I'm happy to take some questions. Thank you. സോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ടോപ്പിക്കിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഐ ഹോപ്പ് ദാറ്റ് സെഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന്. ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി, ജെറിൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു സെല്ലിൻ്റെ അകത്തുള്ള കോംപ്ലക്സ് സിസ്റ്റംസും കമ്പോണൻസും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനകത്തൊരു ചെറിയ ഒരു ഹെയർ ബ്രെത്തിൽ പോലും ചില മാറ്റങ്ങൾ പോലും വന്നാൽ വാട്ട് ഈസ് ദ കോൺസിക്വൻസ്. അപ്പോൾ ഒരു ടീലിയോളജിക്കൽ ആർഗ്യുമെന്റിന്റെ രീതിയിലാണ് ഇത് ഇന്ന് പ്രസന്റ് ചെയ്തേക്കുന്നത്. സോ ആ ഒരു ടോപ്പിക്കിൽ സ്പെസിഫിക് അല്ലെങ്കിൽ അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ചോദിക്കാൻ സമ്മറൈസ് ചെയ്ത് പറയാണ്. ഇവിടെ ജെറിൻ ബ്രദർ പ്രസന്റ് ചെയ്ത കേസ് വാസ് സംതിങ് കോൾഡ് ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി. അദ്ദേഹത്തിന്റെ സെഷൻ മുഴുവനായി കേട്ട ആൾക്കാർക്ക് അറിയാം, അദ്ദേഹം സെല്ലിന്റെ, അതായത് നമ്മളൊരു ലേ ഓഡിയൻസിൽ പോപ്പുലർ സയൻസ് പറയുന്ന രീതിയിൽ തന്നെ അദ്ദേഹം സെല്ലിന്റെ അകത്തുള്ള കോംപ്ലക്സ് സ്ട്രക്ചർ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിലുള്ള കമ്പോണൻസ് ഒക്കെ വളരെ നീറ്റായിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്ത്. അപ്പം തീർച്ചയായിട്ടും സെല്ലിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ ആ ആർഗ്യുമെന്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് തരാം. ഉദാഹരണത്തിന് നിങ്ങളൊരു മൗസ് ട്രാപ്പ് അല്ലെങ്കിൽ ഒരു എലിയെ പിടിക്കുന്ന ഒരു ട്രാപ്പിന്റെ ഒരു സിമ്പിൾ സിസ്റ്റം ഒന്ന് എടുത്താൽ ആ സിസ്റ്റത്തിൽ പല കമ്പോണൻസ് ഉണ്ട്. അതിനകത്തൊരു വുഡൻ താഴത്തെ ഒരു വുഡൻ ബാറോ വുഡൻ പ്ലാറ്റ്ഫോം എന്നോ പ്ലാങ്ക് എന്നോ പറയാൻ പറ്റുന്ന ഒരു വുഡൻ പ്ലാങ്ക് ഉണ്ട്. ദർ ഇസ് ദ ഏരിയ വേർ ഈ എന്താ പറയുക, എലിയെ കൊടുക്കുന്ന ആ ഏരിയക്ക് നമ്മൾ പറയുന്നത് it's called a catch, right? And there is a spring, there is a hammer, there is a hold down bar which goes down, right? ഈ എല്ലാ ചെറിയ കമ്പോണൻസും കൂടെ ചേരുമ്പോഴത്തേനാണ് അതൊരു മൗസ് ട്രാപ്പ് ആകുന്നത്. ഇതിൽ ഒരു കമ്പോണന്റ് ഇല്ല, സ്പ്രിംഗ് ഇല്ലെന്ന് വെച്ചോ, അല്ലെങ്കിൽ ബാർ ഇല്ല, അല്ലെങ്കിൽ താഴത്തെ പ്ലാങ്ക് ഇല്ല, അല്ലെങ്കിൽ ഹോൾഡ് ഡൗൺ ഇല്ലെങ്കിൽ ആ സിസ്റ്റം വർക്ക് ആകത്തില്ല. അതുപോലെ തന്നെ ജെറിൻ വളരെ നീറ്റായിട്ട് തന്നെ സെല്ലിന്റെ അകത്തുള്ള കംപ്ലീറ്റ് സ്ട്രക്ചർ അദ്ദേഹം അവിടെ ഒരു അനോളജി ആയിട്ട് യൂസ് ചെയ്തത് ഒരു സിറ്റിയാണ്. സിറ്റിയിൽ എങ്ങനെയാണോ ഒരു വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഉള്ളത്, അല്ലെങ്കിൽ കാർഗോ മൂവ്മെന്റ് ഉള്ളത്, ഇതിന്റെ എല്ലാം പാരലൽസ് ആയിട്ട് വെച്ചുകൊണ്ട് അതൊരു അനോളജി ആയിട്ട് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണ് ഈ കോശത്തിനുള്ളിലെ അത്ഭുത ലോകം എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രക്ചർ ഇസ് ഇർറിഡ്യൂസിബിളി കോംപ്ലക്സ്. And that structure actually shows or leaves the fingerprints of a mastermind, a designer. ഇവിടെ തന്നെയാണ് നമ്മൾ ബേസിക്കലി ആർഗ്യുമെന്റിന്റെ പ്രസക്തി വരുന്നത്. That this eventually points to a mind, this eventually points to a imprint of a design. അപ്പൊ അതാണ് ആർഗ്യുമെന്റ്. അത് അല്ലാതെ റാൻഡം ഇവൻ നമ്മൾ എവല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേന് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് പ്രോസസ് സ്ട്രക്ചറലിസം, പക്ഷേ നിയോ ഡാർവീനിയൻ ബ്ലൈൻഡ് നോൺ തീസ്റ്റിക് എവല്യൂഷൻ കുഡ് നോട്ട് ഹാവ് പ്രൊഡ്യൂസ്ഡ് സച്ച് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ്. അതാണ് ബേസിക് ആർഗ്യുമെന്റ്. പക്ഷേ സെല്ലിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രം നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അതിലൂന്നി തന്നെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. നെക്സ്റ്റ് എബിൻ ബ്രദർ ആണ്, ഗോ ഹെഡ്. താങ്ക് യു. അപ്പം ഞാൻ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള എനിക്ക് ചോദിക്കാനുള്ള അതിനെ ബേസ് ചെയ്ത് തന്നെ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഈ നോർമലി ഇങ്ങനെ എത്തിസ്റ്റുമായിട്ട് സംസാരിക്കുമ്പോൾ തിരിച്ചൊരു ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഇന്റലിജന്റ് ഡിസൈനർ ഉണ്ടെങ്കിൽ then why some of them are affected? നമ്മളെ പോലെ പലരും അഫക്റ്റഡ് ആയി, ചിലർ ഡിസബിലിറ്റീസ് അങ്ങനത്തെ പല പ്രോബ്ലംസും വരുന്നു. സോ എന്തുകൊണ്ടാണ് അങ്ങനെ അവരെ അഫക്റ്റ് ചെയ്യുന്നത്? സോ Jerrin, could you please explain if it is possible? Yeah, thanks brother. See, Yeah. Why there are defects in some people is, if you're asking for a theological reason, I think theology I would say it is the consequence of sin. But if you're asking for a biological biological idil, see, there are inside a cell, it is a highly regulated, but there is always a possibility that എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഒരു പോസിബിലിറ്റി ഉണ്ട്, ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം ഈ ഫോറത്തിൽ ഉള്ള ആരെങ്കിലും ബയോളജിസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ തിങ്ക് ദേ വിൽ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നടക്കുന്നതാണ്. അപ്പൊ ഈ മ്യൂട്ടേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഈ സെല്ലിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാനുള്ള വൺ പോസിബിലിറ്റി. അപ്പം മ്യൂട്ടേഷൻസ് ആർ റാൻഡം ആൻഡ് ഇറ്റ്സ് പോസിബിൾ ദാറ്റ് റാൻഡം മ്യൂട്ടേഷൻസ്, റാൻഡം ആയിട്ട് നടക്കുന്ന ഒരു മ്യൂട്ടേഷൻ, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹേർട്ട്, ഇറ്റ് വിൽ കോസ് സം സോർട്ട് ഓഫ് ഡിഫെക്ട്സ്.
ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ദാറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് അബൌട്ട് സം എറർ ദാറ്റ് ദ സെൽ ഹാസ് മെയ്ഡ്. സെല്ലിനകത്ത് നടന്ന ഒരു എറർ കാരണമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു ഇത് വരാനുള്ള കാരണം, ആ ഒരു ഡിഫക്റ്റ് വരാനുള്ള കാരണം. ഈവൻ ദോ ദർ ഇസ് എ ഡിസൈനർ, the designer has made everything perfect. He has made everything perfect. പക്ഷേ I think defective, our problems, health issues, I think they are all the consequences of sin. I think the theologians over here can handle that better. But my perspective would be that എന്തുകൊണ്ടാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞാൽ I think it's the natural consequence of human sin. But God has made everything perfect in His time. He did it perfectly. I think, over to the theologians. There are no theologians in the house, but yeah, see, Evan bro, നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ questions obviously would transcend the realms of science. When, for example, ഇപ്പം ഇതുവരെ ഈ ടെലിയോളജിക്കൽ ആർഗ്യുമെന്റിനെതിരെ യൂസ് ചെയ്യുന്ന ഒരു ഈ ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ് ഫിസിക്സിലും ഉണ്ട്, ബയോളജിയിലും ഉണ്ട്. ബയോളജി വരുമ്പോഴത്തേന് അവർ യൂസ് ചെയ്യുന്ന ഒരു കൗണ്ടർ ആയിട്ടുള്ളതാണ് പുവർ ഡിസൈൻ, ദി ആർഗ്യുമെന്റ് ഫ്രം പുവർ ഡിസൈൻ എന്ന് പറയും. ആ പുവർ ഡിസൈനിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. Why people are born with defects, or why do you see such defects in the biological world. പക്ഷെ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുവർ ഡിസൈൻ ഉണ്ടെങ്കിലും it still points to a designer. The question can be raised why it's poor. For example, ഒരു ഒരു മാൽ ഫങ്ഷനിങ് കമ്പ്യൂട്ടർ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറിനെ ഡിസൈൻ പറഞ്ഞു. ഈ ഡിസൈനർ എന്നുള്ള ടേം മാറ്റിട്ട് ഞാൻ ഒരു ഇന്റലിജന്റ് ഡിസൈനർ എന്നാക്കിയാൽ അതിനെ എങ്ങനെയായിരിക്കും നമ്മൾ നമുക്ക് എങ്ങനെ? തീർച്ചയായിട്ടും ഇന്റലിജന്റ്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഞാൻ എൻ്റെ ഫീൽഡിൽ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ ബിൽഡ് ചെയ്യുന്ന ഒരു മോഡൽ വിച്ച് ഇസ് യൂസ് ടു പ്രെഡിക്റ്റ് ടു ദ ഫ്യൂച്ചർ. I have a set of variables, ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ഞാൻ ബിൽഡ് ചെയ്യുന്നു. But that model can be erroneous, and that's why we do some error checks. ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന as an intelligent mind, but still ഒരു machine learning model is not completely thrown out of error, okay? But the intelligent mind അവിടെ negate ആകുന്നില്ല. അതുപോലെ തന്നെ when you're talking about design, let's say there are defects in the design, അതുപോലും ഒരു intelligent designer നെ negate ചെയ്യുന്നില്ല. There are deviations from the norm. People are generally born with sight. അപ്പൊ സൈറ്റ് എന്ന് പറയുമ്പോഴത്തേന് that is the എന്താ പറയുന്നു the normal condition എന്ന് പറയുന്നത് സൈറ്റ് ആണ്. പക്ഷെ people are also born blind. That is a deviation from the norm. ഇവിടെ when you take that to the theological point which I think the question still entails would be that is that God's imperfection that ഇങ്ങനത്തെ deviations വരുന്നത് ഡിസൈനറിന്റെ imperfection ആണോ? തീർച്ചയായിട്ടും അല്ല. Because what we ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും we'll have to invoke theology to respond to a question like that. God created, or God's purpose of creation was perfect, and if a perfect God creates a world where he also is exhibits his quality of goodness, that is also all good, then he will not create robots that would simply play to his keys. He will create a world where free will is possible. അങ്ങനെ free will possible ആയ ഒരു ലോകം will eventually choose will have the freedom also to reject the creator, the designer, and we know that man did that. The consequence was that this entire realm, which also entails the physical, the biological realm, also goes into futility. The futility പോകുന്ന realm as a consequence of sin, you see all these defects. By the way, defects എന്ന് പറയുമ്പോഴത്തേന് you see defects also in terms of, let's say, morals, in terms of things like that as well. But you will also see defects in the biological structures, which also entails human beings. And death eventually enters into the world, and death എന്ന് പറയുമ്പോഴത്തേന് it is a decaying body. We are dying every moment. But death in the origin in a theological way is sin. God created man for immortality, but he sins. So but that does not mean that the designer is imperfect. That means that the creatures chose imperfection. They chose to reject that perfection, and this is what it eventually leaves us with. I hope that answers your question again. Thank you, Jerrin bro. Okay, Jerrin bro, ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് റേസ് ചെയ്യുകയാണ് ബിഫോർ വി മൂവ് ടു അജയ്. കാരണം Jerrin bro ഈ കമ്പോണൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഈ സെല്ലിന്റെ അകത്ത് തന്നെ നമുക്കിങ്ങനെ ജങ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടോ ഒരു സെൽ എടുക്കുമ്പോഴത്തേന്? ദാറ്റ് ലെറ്റ്സ് സേ if you remove some of these components, ഈ ഒരു ഹൈലി കോംപ്ലക്സ് ആയിട്ടൊരു സ്ട്രക്ചർ Jerrin ടോക്കിലും ഡിഫൈൻ ചെയ്തായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ചില കമ്പോണൻസ് എടുത്ത് മാറ്റിയാൽ will it still function
അതോടുകൂടെ തന്നെ എനിക്കൊരു ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടുകൂടെ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ യുനോ ഈ when you look across the biological kingdom, do you see that complexity vary across the biological kingdom? Yeah, sure. Thanks. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ യുനോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സെൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇർറെഡ്യൂസിബിളി കോംപ്ലക്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് യു മെൻഷൻ ദ മൗസ് ട്രാപ്പ്, അതേപോലുള്ള ഒരു സിസ്റ്റമാണ് സെൽ. ഇപ്പം we cannot remove any component from the cell. You cannot remove any component from the cell and still expect the cell to function without any defect. അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം എവറി പാർട്ട് ഓഫ് ദ സെൽ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒരു സിംഗിൾ പ്രോട്ടീന് ഒരു ചെറിയൊരു ഒരു തകരാറ് പറ്റിയാലാണ് ദ എൻറ്റയർ സിസ്റ്റം വിൽ ബി ഡിഫക്റ്റീവ്. ഞാൻ പറഞ്ഞല്ലോ, സിക്കിൾ സെൽ അനീമിയ ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയൊരു ഒരു പ്രോട്ടീന് എന്ന് പറയുന്നത് സിംഗിൾ അമിനോ ആസിഡ് ചേഞ്ച് ആണ് ആ ഒരു പ്രോട്ടീനിൽ നടക്കുന്നത്. അപ്പം യു കനോട്ട് റിമൂവ് എനി കോമ്പണന്റ് ഫ്രം ദ സെൽ. ടെൽ മീ വിച്ച് കോമ്പണന്റ് വിൽ യു റിമൂവ് ഫ്രം ദ സെൽ? ക്യാൻ യു റിമൂവ് ഒരു സെല്ലിനകത്തുള്ള ലൈബ്രറിയെ റിമൂവ് ചെയ്യാൻ പറ്റുമോ? ന്യൂക്ലിയസിനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആദ്യം ന്യൂക്ലിയസിൽ നിന്നാണ് ഇൻഫർമേഷൻ ജനറേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആ ന്യൂക്ലിയസിൽ നിന്നാണ്. നമുക്ക് വർക്കേഴ്സിനെ എടുത്ത് കളയാൻ പറ്റുമോ? വർക്കേഴ്സിനെ എടുത്ത് കളയാൻ പറ്റില്ല. വർക്കേഴ്സ് ഇല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇല്ല, ഡിമോളിഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഒന്നും നടക്കത്തില്ല. സെല്ലിന്റെ എന്ന് പറഞ്ഞാൽ പവർ സ്റ്റേഷൻ നമുക്ക് എടുത്ത് കളയാൻ പറ്റുമോ? ഇല്ല. സെല്ലിനകത്തുള്ള റീസൈക്ലിംഗ് പ്ലാന്റിനെ എടുത്ത് കളയാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ അത് എടുത്ത് കളഞ്ഞാൽ നമുക്ക് സെല്ലിനകത്ത് ഇറ്റ് വിൽ ബി എ വെരി ഡീഫോംഡ് സെൽ, അല്ലെങ്കിൽ സെല്ലിനകത്താണെങ്കിൽ വിൽ ബി ഹൈലി ടോക്സിക്. സെല്ലിന്റെ പോസ്റ്റ് ഓഫീസ് സിസ്റ്റമിനെ എടുത്തു കളയാൻ പറ്റുമോ? നത്തിങ്. സോ എവറി പാർട്ട് ഓഫ് ദ സെൽ is very essential. So see, അപ്പം അതിന്റെ ആ കോംപ്ലക്സിറ്റിയുടെ ആ ഒരു ചെറിയൊരു പീക്ക് ഇൻ സ്ലൈറ്റ് പീക്ക് ഇൻ കോംപ്ലക്സിറ്റി ആണ് നമ്മൾ കണ്ടത്. ഇഫ് യു ചേഞ്ച് എ സിംഗിൾ പ്രോട്ടീൻ, ഇപ്പൊ ഞാൻ മുമ്പേ ഡോക്ടർ കയറി വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരു സിംഗിൾ ചെക്ക് പോയിന്റിൽ നടക്കുന്ന ഒരു ചെറിയൊരു ഡിഫക്റ്റ് ആണ് ക്യാൻ കോസ് ക്യാൻസർ. E2F-RB എന്ന് പറയുന്ന ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. G1S ട്രാൻസിഷനിൽ നടക്കുന്ന ഒരു G1 ആണോ G1S ആണോ എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അപ്പം ആ ചെക്ക് പോയിന്റിൽ നടക്കുന്ന ആ ഒരു ചേഞ്ച് കാരണമാണ് സെൽ ക്യാൻ ബിക്കം ക്യാൻസറസ്. വേറെ ഒരു പ്രോട്ടീൻ ഉണ്ട്, അനദർ ചെക്ക് പോയിന്റ് ഇസ് കോൾഡ് ദ P53. P53 എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് പ്രോട്ടീൻ ആണ്. ആ P53 എന്തെങ്കിലും മ്യൂട്ടേഷൻ നടന്നാൽ P53 is a cause for many cancers. അപ്പം so that's how you cannot cause a defect in any part of the cell and still assume that the cell will function function completely. So every part of the cell is uniquely suited for its has a unique function, has a unique place in the cell. പിന്നെ രണ്ടാമത്തെ ചോദ്യം, across cell kingdoms, that's a very interesting question. കാരണം classical naturalistic idea എന്ന് പറഞ്ഞാൽ we all came from simple cells. We had a first simple cell, then we had a little more complex cell. ഞാനൊരു നമുക്ക് നമ്മുടെ ഈ അല്ലെങ്കിൽ in the world there are many types of cells in terms of complexity. ആദ്യത്തെ കോംപ്ലക്സിറ്റി ആണ് സിമ്പിൾ ബാക്ടീരിയൽ സെൽസ് കഴിഞ്ഞിട്ട് then we have something called eukaryotic cells, അല്ലെങ്കിൽ animal cells, plant cells, fungal cells. See, there's a lot of variation from this thing. To go from a bacterial cell to if you think that natural, gradual, blind naturalistic processes can cause the appearance of these from a simple cell to a complex cell, it's still an irreducibly complex process. കാരണം you need all the components working together. So it's very difficult to have. See, അതുകൂടാതെ if we are thinking that blind എന്ന് പറഞ്ഞാൽ blind naturalistic processes can give rise to complexity that we see, there are a lot of things you have to explain. ആദ്യത്തെ കാര്യം you have to explain is how do you organize proteins, അല്ലെങ്കിൽ how do you organize, അല്ലെങ്കിൽ ഇതെല്ലാത്തിനെയും കൂടി ഒരുമിച്ച് എങ്ങനെയാ കൊണ്ടുവരുന്നത്? See, how did you bring all these proteins and all the biological components together to form a cell? അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, how did you organize them into substructures? ഞാൻ കാണിച്ചല്ലോ കുറെ substructures ഉണ്ട്. മൂന്നാമത്തെ, how did you move from one type of a cell to another type of a cell? So you see, there are a lot of difficulties if you think that
everything is possible via blind Darwinian natural processes. So I think I just close with that. Answer to those two questions is a cell cannot function without അല്ലെങ്കിൽ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു പ്രത്യേക പാർട്ട് ഇല്ലാതെ ഒരു സെല്ലിന് കംപ്ലീറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ചോദ്യം, there are diversity of cell types and it's not very easy to explain it because the cell is irreducibly complex. I think that's a little broad answer, but I hope that answer. Yeah, that is clear. That is clear. Thanks. We can move to the next person, right? Yeah, sure. Next one, Ajay ആണ്. Ajay സംസാരിക്കും. താങ്ക് യു. 2 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ ചോദ്യം, നമ്മൾ എല്ലാവരും ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞു ആദ്യം തുടക്കം. അപ്പം എൻ്റെ ചോദ്യം, നമ്മൾ ഈ ഡിഫക്റ്റിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞപ്പം ഇപ്പൊ ഈ ഫസ്റ്റ് വരുന്ന സിംഗിൾ സെല്ല് പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നീട് ഡിഫക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയാണോ, അതോ ഈ നമ്മൾ ഈ ബർത്ത് ഡിഫക്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ ഫസ്റ്റ് ഫോം ചെയ്യുന്ന സെല്ലിൽ തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഈ എത്തിസ്റ്റുകളുമായിട്ട് കുറച്ച് നാൾ മുമ്പ് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഇങ്ങനെ അവർ സംസാരിക്കുന്ന കേട്ടിരുന്നു. അപ്പൊ എന്നോടല്ല, അവരോട് സംസാരിക്കുന്ന കേട്ടാണ്. ഈ റെഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി സയന്റിഫിക് വേൾഡിൽ കുറെ ഭൂരിഭാഗം ആൾക്കാരും അത് തള്ളിക്കളയുന്നതാണ്. റീസൺ ബീയിങ്, പിന്നെ ഇപ്പൊ ഒരു പാർട്ടില്ലെങ്കിൽ സെല്ലിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഓക്കെയാണ്. ബട്ട് ആ പാർട്ട് ആദ്യം ഫോം ചെയ്യുന്നു, എന്നിട്ട് ഈ പാർട്ടുകളെല്ലാം കൂടി വരുന്നു. അങ്ങനെ എന്തോ ഒരു, എനിക്കത് കറക്റ്റ് മനസ്സിലായില്ല, പക്ഷെ അവരിങ്ങനെ പറയുന്നത് കേട്ടു. സയന്റിഫിക് വേൾഡിൽ കുറെ കമ്മ്യൂണിറ്റിയിൽ കുറെ പേര് ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതിന്റെ ലെസർ ഒരു സിസ്റ്റത്തിലുള്ള പാർട്സ് ചെറിയ പാർട്സിലേക്ക് പോകുമ്പോൾ അങ്ങനെ വരുമ്പോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ 2 ചോദ്യം. താങ്ക്സ്. താങ്ക്സ് അജയ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ഓക്കെ മറ്റേ എപ്പോഴാണ് സിംഗിൾ സെല്ലായിട്ട് തുടങ്ങുന്നത്? ഡിഫക്റ്റിന്റെ ഫസ്റ്റ് സെല്ലാണ്. അതെ, ഓക്കെ. അപ്പം നമ്മളെല്ലാവരും ലൈഫ് സിംഗിൾ സെല്ലായിട്ട് ആണ് തുടങ്ങുന്നത്. അപ്പൊ ഈ എവിടെയാണ്, അപ്പൊ ഏത് സമയത്താണ് ഈ ഈ ഈ എന്താ പറയുക, ഈ ഡിഫക്റ്റ് വരിക? നമ്മുടെ ഈ ലൈഫ് സിംഗിൾ സെല്ലായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ അത് ഇതിൽ അണ്ടർഗോ ലോട്ട് ഓഫ് ഡെവലപ്മെന്റൽ സ്റ്റേജസ്. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 1 സെൽ ആയിരിക്കും, പിന്നെ അത് ഓക്കെ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് വി സ്റ്റാർട്ട് ആസ് എ സിംഗിൾ സെൽ. ആ സിംഗിൾ സെൽ വിൽ ബിക്കം 4 cells, വിൽ ബിക്കം an 8 cell stage. പിന്നെ ഇതിനൊക്കെ പല പല പേരുകളുണ്ട്. 16 cell stage, 32 cell stage, morula, blastula, there are names for these. ഡ്യൂറിങ് ദി ഡെവലപ്മെന്റ്, അപ്പം ഈ സ്റ്റേജുകളൊക്കെ കഴിഞ്ഞ് സ്പെഷ്യലൈസ് സെൽസിലേക്ക്, അല്ലെങ്കിൽ ഈ സെല്ല് ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഓർഗാനിസം കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയം, ആ ഒരു സ്റ്റേജിൽ ഇടയ്ക്ക് സംവെയർ ഇൻ ദാറ്റ് ടൈം ഏതെങ്കിലും ഒരു സെല്ലിനകത്ത്, അല്ലെങ്കിൽ ഈ ഡെവലപ്മെന്റ് കോസ് ചെയ്യുന്ന ഒരു സെല്ലിനകത്ത്, അല്ലെങ്കിൽ ഈ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു സെല്ലിൽ ഒരു മ്യൂട്ടേഷൻ നടന്നാൽ, then it can cause developmental defects. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാര്, ഇപ്പൊ ഒരു മദർ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മദറിൽ നിന്ന് വരുന്ന ആ എഗ്ഗിന് വലിയ പ്രശ്നം കാണത്തില്ലായിരിക്കും. പക്ഷെ ആ മദർ സ്മോക്ക് ചെയ്യുന്നുണ്ട്, ദി സ്മോക്ക് ക്യാൻ അഫക്ട് ദ ഡെവലപ്പിംഗ് ഫീറ്റസ്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ദ ഫീറ്റസ് ക്യാൻ ഹാവ് ഡെവലപ്മെന്റൽ ഡിഫക്ട്സ്. അതേപോണൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ആൽക്കഹോളിസവും. എനിക്ക് തോന്നുന്നത് ഇറ്റ് ക്യാൻ അഫക്ട് ദ ഡെവലപ്പിംഗ് ഫീറ്റസ്. സോ ദാറ്റ് ഈസ് ദ മെയിൻ. അപ്പം ഈ ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും മ്യൂട്ടേഷൻ നടന്നാൽ ഇറ്റ് ക്യാൻ ഡെഫിനറ്റ്ലി അഫക്ട് ദ ബേബി. രണ്ടാമത് ഈ എന്തുവാ, ഇപ്പം ഇങ്ങനെ ഈ ഡ്യൂറിങ് ഡെവലപ്മെന്റ് ഉള്ള ഒരു ഡിഫക്റ്റ്, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഹാസ് ടു ബി എ ഡിഫക്റ്റ് ഇൻ ദ ഒറിജിനൽ സെൽ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാലോ, സോ വി ആർ ഓൾ, അവർ മദർ സെൽ ഇസ് കോൾഡ് എഗ്, അവർ ഫാദർ സെൽ ഇസ് കോൾഡ് സ്പെർം. അപ്പം ഒന്നെങ്കിൽ ഈ എഗ്ഗിനകത്തോ അല്ലെങ്കിൽ ഈ സ്പെർമിനകത്തോ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ DNA-ക്കകത്ത് വല്ല ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, that will also be responsible to bring developmental defects, അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ defects. I hope that has answered the question. So either it's a germline mutation. Germline എന്ന് പറഞ്ഞാൽ
eggs and sperms are called germline cells or germ cells. Germ cells. അപ്പം if there is a mutation in either of these germ cells, like either the egg cell or the sperm cell, when it becomes a zygote, definitely it will have mutations that will cause developmental defects. അല്ലെങ്കിൽ during development, external chemicals can affect like smoking or drinking. Drinking I'm not sure, but smoking I think I've heard that it can hurt the development of the baby. I hope that answers the first part. Second part, yes, ഞാനും കുറെ വായിച്ചിട്ടുണ്ട്. ആദ്യം ഈ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് കൊണ്ടുവന്നത് മൈക്കിൾ ബിഹി എന്ന് പറയുന്ന ലഹിഗ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ബയോകെമിസ്റ്റ് ആണ്. അവർ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ് ഈ മൗസ് ട്രാപ്പ് എക്സാമ്പിൾ. പക്ഷെ ഇഫ് യു ആക്ച്വലി റീഡ് എന്ന് പറഞ്ഞാൽ ഈ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റിക്ക് എതിരായിട്ടുള്ള കുറെ ആർഗ്യുമെന്റ്സ് ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആദ്യം ഈ ഒരു കോമ്പണന്റിന് ഈ ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്തിട്ട് പിന്നെ ആഫ്റ്റർ സം ടൈം ഇറ്റ് ക്യാൻ പെർഫോം ദി അതർ ഫംഗ്ഷൻ. അതാണ് എനിക്ക് തോന്നുന്നു അജയ് ചോദിച്ച ചോദ്യം. എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 1-ൽ ദിസ് ക്യാൻ പെർഫോം വൺ ഫംഗ്ഷൻ, later it can combine with something else and give the function of the irreducibly complex structure. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് two random components, first of all they have to find each other, one other. Second, so the probability decreases very much. That two random components doing different functions find each other to give an assembled complex that gives a new function, one other. Second thing is it goes against evolutionary theory itself. എന്ന് പറഞ്ഞാൽ evolutionary theory പറയുന്നത് function is conserved if it gives reproductive benefit to the organism. പക്ഷേ if these two functions, if these two different components, they together have to come and they have to give a function. Now it's not necessary that whether it will give reproductive fitness and all, we do not know whether it will give reproductive fitness, and if it did not give reproductive fitness, it would be selected away. So that would be like one argument against a naturalistic evolutionary explanation for this. The third thing about two different components trying to find each other would be, there's a lot of structural biology that's involved. First of all, these structures have to match. There have to be some kind of a common regulatory mechanism. So the probability is very, very low. There are arguments. There are a lot of arguments against irreducible complexity, but still, it's very difficult to explain. How these components find each other and how they are regulated. They have to have a lot of similarity in terms of structures. It's likely to get selected away is what I would think. I hope Ajay അത് ഞാൻ പറഞ്ഞത്. യെസ് റൈറ്റ്, അത് ഓക്കെയാണ്. ഒരു കാര്യം അവിടെ ഒന്ന് പറയാനുണ്ടോ? കാരണം ഈ ഏത്തിസ്റ്റുകളുടെ ഗ്രൂപ്പിലൊക്കെ അവരങ്ങനൊക്കെ ഇരുന്ന് പറയും. പക്ഷേ തീർച്ചയായിട്ടും നമ്മളത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അതൊരു ദ പോയിന്റ് ഇസ് ദാറ്റ് ഈ ഇന്റലിജന്റ് ഡിസൈൻ എന്നുള്ളൊരു പേരിൽ ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇഫ് യു ലുക്ക് അറ്റ് വിക്കിപീഡിയ ആൻഡ് ഓൾ, ദേ വിൽ സേ ദാറ്റ് ഇറ്റ്സ് എ സ്യൂഡോ സയന്റിഫിക് പ്രിൻസിപ്പിൾ, സ്യൂഡോ സയൻസ്, തിങ്സ് ലൈക്ക് ദാറ്റ്, ബിക്കോസ് ആൻഡ് ദെയർസ് എ ലോട്ട് ഓഫ് പൊളിറ്റിക്സ് ഇൻവോൾവ്. ഇപ്പൊ ഈ ജെയിംസ് ടൂറിന്റെ ഒക്കെ ലെക്ചേഴ്സിലത് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ജെയിംസ് ടൂർ എന്ന് പറയുമ്പോഴത്തേന് ഒരു ഈസ് എൻ ISI highly cited chemist, one of the top notch chemists in the world today. അദ്ദേഹത്തിന്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, സയൻസ് ആൻഡ് ഫെയ്ത്ത് പോഡ്കാസ്റ്റ്. അതിലും അദ്ദേഹം പറയുന്നുണ്ട് that in the close quarters of these sciences they admit that we have a problem, but when ഇപ്പൊ ഈ ഇന്റലിജന്റ് ഡിസൈനെ സപ്പോർട്ട് ചെയ്യുന്ന പല peer reviewed ആയിട്ടുള്ള journal articles, even if you search on the internet you will find that the numbers have grown, but they won't still use the zone. So there's a lot of pushback against using the words as they are. Irreducible complexity ആണെങ്കിലും ഇന്റലിജന്റ് ഡിസൈൻ ആണെങ്കിലും. പിന്നെ അവിടെ വേറെ ഒരു ഇതും കൂടെ ഉണ്ട്, ദാറ്റ് ഇന്റലിജന്റ് ഡിസൈൻ ഒക്കെ നമ്മൾ ഇൻവോക്ക് ചെയ്യുമ്പോഴത്തേനും, ആൻഡ് ദാറ്റ് ഐ വുഡ് ബി വെരി മോഡസ്റ്റ് ടു അഡ്മിറ്റ് that we are trying to invoke from science an idea of a designer. Although
you can make a very strong case for that. And ഇപ്പം ഈ teleological argument എന്നൊക്കെ പറയുമ്പോൾ it's a very robust argument, but science itself has a lot of methodological boundaries. That സയൻസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സയൻസ് എന്ത് പറഞ്ഞാലും it will never appeal to any sort of a in design outside of its domain, however the strong evidence for that design might be from within its own system. അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ സയൻസിന്റെ മെത്തഡോളജിക്കൽ ബൗണ്ടറീസിനകത്തുണ്ട്. And that will have always have a barrier, and that is we can probably also admit that science will have a methodological epistemology അങ്ങനത്തെ ഒരു boundary ഉണ്ട്. But the data is clear. I mean, when you talk about irreducible complexity, and if you consider the work of Stephen Meyer or from Jerrin പറഞ്ഞ Michael Behe ആണെങ്കിലും അവരുടെയൊക്കെ work is pretty strong. Yeah, that's all I wanted to add. I hope it's clear. ആക്ച്വലി പറഞ്ഞ പോലെ ജെയിംസ് ടൂർ നല്ലൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട് ഫെയ്ത്ത് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞാൽ. അതുകൂടാതെ യൂട്യൂബിലും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നത് ഈ വിഷയം താല്പര്യമുള്ളവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പേഴ്സൺ, അരുൺ ഓവർ ടു. എനിക്ക് ഇതിലുള്ള ചില ഡൗട്ട്സും കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ചില എക്സാമ്പിൾസ് വെച്ചിട്ട് ചോദിക്കാം. ഞാൻ ഒരു മോളിക്കുലാർ ബയോളജിസ്റ്റാണ്, അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ ഞാൻ ചോദിക്കാം. അതായത് ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി, ഇപ്പം നമ്മൾ മൈക്രോബിയൽ ഓർഗാനിസംസ് എടുക്കാം, ബാക്ടീരിയസ് അങ്ങനത്തെ സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷുഗർ മെറ്റബോളിസം, അതായത് അത് എനർജി ഉണ്ടാക്കുന്ന സോഴ്സ്. സോ ഈ ഓരോ ഷുഗർ മെറ്റബോളിസത്തിനുള്ള സബ്സെറ്റ് ഓഫ് ജീൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ ഓവർലാപ്പിംഗ് ആയിരിക്കും, ഓവർലാപ്പിംഗ് അല്ലാത്തതുണ്ടാവും. അതായത് ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂൾസ് എന്ന് പറയും നമ്മൾ സിസ്റ്റംസ് ബയോളജിയിൽ. അപ്പോൾ ആ മൊഡ്യൂൾ നമ്മൾ ഈ ബാക്ടീരിയലി ഈ സെറ്റ് ഓഫ് ജീൻസ് നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരു ഷുഗറിൻ്റെ മെറ്റബോളിസം മാത്രമേ അത് എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. സോ അതൊരു റെഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി ആയിട്ടാണ് തോന്നുന്നത്. അതൊരു എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2011 ക്രേഗ് വെന്ററിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സിന്തറ്റിക് ബാക്ടീരിയ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള നമ്മുടെ ബാക്ടീരിയൽ ഓർഗാനിസത്തിൻ്റെ ജിനോമിനെ അതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാക്സിമം എടുത്ത് കളഞ്ഞതിന് ശേഷം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഓർഗാനിസത്തിനെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് അവർ ഉണ്ടാക്കുകയും ചെയ്തു 2011. അപ്പോൾ അവർ അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറച്ചിട്ട് അവർ their own set of genes, which of course they took help from ഇപ്പോൾ നമുക്ക് അറിയുന്ന ജീനുകളുടെയൊക്കെ ഹെൽപ്പും ജിനോമിൻ്റെ ഒക്കെ ഹെൽപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എന്നാലും അവർ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഓർഗാനിസം വിച്ച് വി നോ. സോ ഇതിനെക്കുറിച്ച് എന്താണ് പറയാൻ? പിന്നെ വേറൊരു എക്സാമ്പിൾ കൂടി പറയാം ഞാൻ. അതായത് റെഡ് ബ്ലഡ് സെൽസിൽ നമുക്ക് ന്യൂക്ലിയസ് ഇല്ല, ബട്ട് ഇറ്റ് ക്യാൻ ഫങ്ഷൻ വെരി വെൽ for 120 days. So അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? Yeah, thanks, Arun. See, let me go from the back. അപ്പം ഞാൻ പറഞ്ഞല്ലോ, specialized cells have specialized structures and specialized specialized mechanisms operate in specialized cells. So red blood cells, they don't have nucleus. Their only function is അപ്പം അതിനകത്ത് നടക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ their primary function is to carry hemoglobin, oxygen transport. After 120 days, erythrocytes or red blood cells, they are destroyed in the spleen. That is there. See, so that's because it's conserved for a very particular kind of a function, very specific kind of a function. Their major this thing is to just carry these what do you say, oxygen, hemoglobin. That is the main point. But to for ഒരു generalized ഒരു cellന് വേണ്ടി you cannot have that's because, as I told you, red blood cells have a very specialized task, and it's it's nucleus, it's transcriptome. I think you will understand when I mean transcriptome and proteome. So its transcriptome and proteome are engineered for that kind of a session where it may not need other components, or it might be very heavily energy demanding if it were to keep other things. So to minimize the energy loss, red blood cells just have what they have. They just need to carry oxygen and this thing, and that's why I think red blood cells have only that kind of a minimum this thing. പിന്നെ
Craig Venter. So a minimum, and so the smallest bacterial this thing has around 480 genes. Now you know, even if they have reduced all the components, they still have to have എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു minimal complex cell, ഒരു minimal complex cell എന്തൊക്കെയാണ് വേണ്ടത്? Minimal complex cell വേണ്ടത്, I will just tell you. See, a minimal complex cell at least has to have at least 400 to 450 proteins. So I'm just giving this to Arun because I think Arun will be able to understand me. One of the smallest organisms is Mycoplasma mycoid or Mycoplasma genitalium. These have just around 400 to 500 proteins. But you tell me, what are the minimum requirements for a basic simple cell? And you can tell me whether it is essential or not. A minimal cell would require at least a cell membrane. A minimal cell would require at least a way to store the information. A minimal cell would require a way to read the information. It's just, DNA മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആ DNA പ്രോട്ടീനിലേക്ക് കൊണ്ടുവരാൻ you have to translate that information. A minimal cell would have to have some kind of a machine like RNA polymerase, or some kind of a machine like these polymerases are very big machines, or big macromolecular machines that help in cellular processes. A minimal cell would have to have the workers, ribosomes and enzymes, they would require. And then at the same time, you would also require tRNAs, at least 20 tRNAs for those different amino acids. A minimal cell would have to make sure that the proteins are made, there is proper folding of the cell. A minimal cell would have to take care of the cell's biochemical needs, energy. A minimal cell would also have to have a mechanism to copy the information and pass it on. Of these 7 to 8 processes, ഞാൻ ഇത്രയും മെൻഷൻ ചെയ്ത ഈ 7 to 8 പ്രോസസ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രോസസ്സ് ഇത് ചെയ്യാതിരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ബേസിക് സെല്ലിന് വേണ്ട എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ you can let me know, Arun. നമുക്ക് pseudo genes ഒഴിവാക്കാം. We can remove pseudo genes. Other genes like resistance genes can be avoided. Genes like sugar metabolism basic level മാത്രം വെച്ചാൽ മതി. So that can be avoided. That's a huge chunk. Fine, but still, you still need to have all these components. You still need to have a membrane. You still need to have, DNA, RNA, protein. You need to have molecular machines. You need to have ribosomes. You need to have mechanisms. See, this adaptation to different sugar sources, for example, like the one that you were mentioning. See, how do let's take a very simple pathway that we all have studied, the glucose to lactose, the Lac Operon. We all know that in the absence of glucose, when the cell has to metabolize lactose, it switches on the Lac Operon. So a lot of the glucose metabolism, I think those kind of genes are closed down. Lactose, that's a kind of a cell switching mechanism. It depends on the availability of sugar. Now you cannot say that you will have cells only in a particular kind of a sugar. So that that's not the case. That's a very environmental. It's a very artificial environment. Only a particular kind of a sugar. That's what I would say about the minimum, the minimal sugar thing that I was telling. I mean, that you were talking about. But at the same time, even if so, these genes, if you grow it on a minimal media, it will only require minimal genes. But still, what I'm talking about is, I'm talking about the essential requirements of a minimal cell. A minimal cell requires a cell membrane, store information, way to read the information, something to convert this information, the workers you need to make sure that the cell has mechanisms to make energy. Of these mechanisms, can you do away with anything? That is my main question. In today's understanding, ഇന്നത്തെ ഒരു നമ്മുടെ സെല്ലിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വളരെ ബേസിക് നീഡായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതൊരു ലാർജർ ഡിസ്കഷൻ ആണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയതല്ല എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ പ്രോട്ടോബയോൺസ് മാതിരിയുള്ള സെല്ലുകളിൽ ഇറ്റ് ഡസൻ ഹാവ് ന്യൂക്ലിയസ് അറ്റ് ഓൾ. അപ്പോൾ റൈബോസും അങ്ങനത്തെ കൺസെപ്റ്റുകളൊന്നും അവിടെ ഇല്ല. പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലാവും. Arun, I agree with you. Even though it did not have a nucleus, but it still had, protobions, it still had, mechanisms to convert nucleic acid information to protein information. There is no cell that, at least
apart from viruses, leave viruses, there is no cell that has, RNA as a genetic material. All cells have DNA as a genetic material. All cells need to convert information from DNA to RNA. So even if it is protobionts, even if it is bacteria also don't have a nuclear membrane. They also don't have a defined nucleus. Even if that is the case, my question is, you still have these very essential requirements for a basic cell. Because if you don't have a cell membrane, how will you define a boundary for a cell? If you don't have a way to store the information store ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു ഇതില്ലെങ്കിൽ, then how will you store information? ആ ഇൻഫർമേഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. You need to read the information. അങ്ങനെ ഒരു അതിനുള്ള ഒരു മെക്കാനിസം ഇല്ലെങ്കിൽ, what will the cell do? If you don't have machines like RNA polymerase, these are very basic things. If you don't have ribosomes, what will you do? How will you make proteins? If you don't have mechanisms to make sure that the protein is folding properly, you're just going to have strings of amino acids that cannot do anything. These are all basic things. That's what I'm telling. These are the basic requirements for a minimal cell. If you don't have, there's nothing from these 7 or 8 points that you can take away and say, okay, this can survive on basic nutrients. Even if it has to survive on basic nutrients, just one few minutes more, Asher. I'll just close what I'm trying to tell over here. See, let's say even if it has to survive on a basic minimal, let's say sugar media, let's say it just is sufficient to survive on fructose. Let's say it has to have fructose synthesizing genes, or it has to have fructose metabolizing genes. To have fructose metabolizing genes, it needs something to to transcribe these fructose metabolizing genes. Then you need something for translation. You need a cell membrane. You still need nano machines like RNA polymerases. You still need ribosomes to make the proteins. So you see, the minimally complex cell that Craig Venter designed, even if it has removed a lot of these essential genes, you still have to have those basic requirements to make a basic cell, at least 400 to 500 proteins for a minimal cell to go on. That's the point of what I wanted to tell. Arun, you have any comments? ജെറിനെ, ഞാൻ അവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഈ ക്രെയ്ഗ് വെണ്ടറിന്റെ ഇങ്ങനത്തെ തിസിസ് ചെയ്ത് ഒത്തിരി എക്സ്ട്രാപോലേറ്റ് ചെയ്താണ് പറയുന്നതായിട്ട് എനിക്ക്, ഐ മീൻ തിങ്സ് ആർ നോട്ട് ദർ, ഒത്തിരി ഇൻഫ്ലേറ്റഡ് ആയിട്ട് പറയുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. So that's why I'm asking that, even if you're going to talk about such form of a synthesis, the comparison should not be Craig Venter creating it versus none. It should be nothing creating it, right? Exactly, and that Craig Venter, I think he used an already existing cell, if I'm not wrong. If I'm not wrong, Exactly. something like that. Yeah, that's what he already used an existing cell and deleted information. So your basic requirements are still there: a method to capture energy, a membrane, a system by which genetic information is stored and accessed, a mechanism to convert the energy, and then cell division and self-replication. So all these things, features, all these genes were already present in the content that Craig Venter did not delete. And most importantly, you also need a Craig Venter. You need a mind. Yes. No, എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ് ടു സർട്ടൻ എക്സ്റ്റെൻറ്റ്, അറ്റ്ലീസ്റ്റ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതിൽ കൂടുതലുള്ള ഡിസ്കഷൻ ഇവിടെ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് കൂടുതൽ സയന്റിഫിക് ആയി പോകും. അതുകൊണ്ട് ഞാൻ അത് നിർത്തുന്നു അവിടെ. Okay, but ഞാൻ പറഞ്ഞല്ലോ, so minimal requirements for any basic cell would be, you have to have some sort of a mechanism to have energy, to capture energy. You need a membrane. You need a mechanism to process genetic information. You need something to help you continue to divide and replicate. So these kind of minimal basic things are required. Something. So without these minimal basic things for a cell, at least 400 genes. That's what scientific papers tell us. Minimum 400 genes, 400 to 450 genes for these essential basic processes for a simple cell. ഓക്കെ താങ്ക് യു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് മിഥുൻ ഇടയ്ക്കൊന്ന് പോയിരുന്നു. ഓക്കെ മിഥുൻ, കേൾക്കാമോ? ഹലോ, ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഷുവർ. മോഹൻദാസ്. Hello, thank you. First of all, thank you everybody, sharing the knowledge, and especially ഇതുപോലെയുള്ള സമയത്ത്. കാരണം ഇപ്പോൾ പല ഗ്രൂപ്പുകളിലും പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ നിരീശ്വരവാദികളുടെ
അവര് ഭയങ്കര എന്താ പറയാ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിണാമത്തിലൂടെയാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് സമയത്ത് ഇതുപോലെ സമയമെടുത്ത് നിങ്ങൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എടുക്കുന്ന എഫേർട്ടിന് താങ്ക് യു ഓൾ. പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്, ഈ ടോപ്പിക്കുമായിട്ട് എത്ര കണക്ഷൻ ആണെന്നുള്ളത് അറിയില്ല, എന്നാലും പല ചർച്ചകളിലും നമ്മൾ കേൾക്കാറുള്ളതാണ് ഈ നിരീശ്വരവാദികൾ പറയാറുണ്ട് പലപ്പോഴും ഈ പരിണാമത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ മ്യൂട്ടേഷൻ ഈസ് വൺ ഓഫ് ദ എവിഡൻസ്, ഇതുപോലെ എവല്യൂഷനുള്ള ഒരു എവിഡൻസ് ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ ഇപ്പൊ അറിഞ്ഞിടത്തോളം മ്യൂട്ടേഷൻ വഴി ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസ് ആയിട്ട് മാറിയിട്ടുള്ളതായിട്ട് അറിവില്ല. അപ്പോഴും കൂടെ അവർ പറയുന്നത് മ്യൂട്ടേഷൻ വൺ ഓഫ് ദ എവിഡൻസ് ഓഫ് ദ എവല്യൂഷണറി തിയറി എന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് അത് അങ്ങനെ അവർക്ക് അറിഞ്ഞിട്ടോ അങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോ സ്റ്റുപ്പിഡ് ആയിട്ട് തോന്നിയാൽ ഞാൻ ചോദിക്കുകയാണ്. അതായത് ഈ ഇപ്പൊ ജീൻസ് അല്ലെങ്കിൽ എന്താ പറയാ ജീന് അതുപോലെയുള്ള DNA ഇതൊക്കെ നമ്മള് ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ, DNA അല്ലെങ്കിൽ ജീൻസിലൊക്കെ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ പുതിയൊരു ക്രീച്ചറിനെ സൃഷ്ടിക്കാനായിട്ട് പറ്റുമോ? ഓക്കെ, ഞാനൊരു സയൻസ് സ്റ്റുഡന്റ് അല്ല, അതുകൊണ്ട് ഒരു ലേമാൻസ് ടേമിൽ പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലൈക്ക് ഇങ്ങനെയാ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ടോപ്പിക്കിനുമായി ബന്ധപ്പെട്ടതല്ല എന്ന് തോന്നുന്നു. എവല്യൂഷന്റെ കാര്യമാണ് ചോദിച്ചത്, അല്ലെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ? I think it's okay. ബ്രദർ മോഹൻദാസ്, ആക്ച്വലി മ്യൂട്ടേഷനെ കുറിച്ച് ആൾക്കാർക്ക് വളരെ തെറ്റായ ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ചിന്തയിൽ ആൾക്കാർക്ക് അത്രയും മ്യൂട്ടേഷന്റെ പവറിനെ കുറിച്ച് അവർക്ക് വലുതായിട്ട് അറിയാത്തതുകൊണ്ടായിരിക്കും. മോസ്റ്റ് മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ 98% ഓഫ് മ്യൂട്ടേഷൻസ് that happen are deleterious, അല്ലെങ്കിൽ they are harmful mutations, number one. And പിന്നെ if there are any beneficial mutations എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു mutation, if it has to give us a benefit, scientists have studied that these mutations work by breaking something else. എന്ന് പറഞ്ഞാൽ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ തരാം. ഐ തിങ്ക് അരുൺ, ഇവിടെ ഇരിക്കുന്ന അരുൺ ഓൾസോ വിൽ നോ, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഹൗ ഡസ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വർക്ക് ഇസ് it works ഒരു one organism acquires antibiotic resistance probably by breaking some other gene. It's not by making something new. So the one another example is resistance to malaria. ഞാൻ പറഞ്ഞല്ലോ sickle cell anemia patients അവരൊക്കെ they are resistant to malaria. Now you see, that's a single mutation. ആ ഒരു mutation ആണ് ആ ഒരു resistance കൊടുക്കുന്നത്. പക്ഷേ it also has another problem. He has sickle cell anemia. His hemoglobin is sickle cell shaped. So there is reduced oxygen carrying capacity for sickle cell anemia patients. So that is how most of the mutations are deleterious. Very few beneficial mutations, and these beneficial mutations these beneficial mutations work by breaking down something else. അത് ഇച്ചിരി ടെക്നിക്കൽ ആയി കാണുമായിരിക്കും, പക്ഷെ ഐ ഹോപ്പ് മോഹൻദാസ് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം, മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം മ്യൂട്ടേഷൻസ് വഴിയാണ് ഇതിപ്പോ എന്നെ ചിന്തിപ്പിച്ച ഒരു പോയിന്റ് ആണ്. നമ്മൾ പറയാറുണ്ടല്ലോ മ്യൂട്ടേഷൻസ് കോസ് ഇവല്യൂഷൻ. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിപ്പോ എന്റെ ഒരു ചോദ്യമാണ്, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ടേഷൻ ഇപ്പം ഒരു മ്യൂട്ടേഷൻ ഇഫ് ഇറ്റ് ഹാസ് ടു ബി പാസ്ഡ് ഓൺ, അത് എവിടെ ആയിരിക്കണം അത് നടക്കുക? ഇറ്റ് ഈതർ ഹാസ് ടു ഹാപ്പൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവേണ്ട ഒരു മ്യൂട്ടേഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ഇൻ എ വെരി ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ഇൻ ദ ജേം സെൽസ്. ഞാൻ മുമ്പേ പറഞ്ഞ ജേം സെൽസ് ഉണ്ടല്ലോ, അപ്പം ഈ ജേം സെൽസിൽ മ്യൂട്ടേഷൻ നടന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു മ്യൂട്ടേഷൻ can be passed on, അല്ലെങ്കിൽ there is any chance that mutation can be passed on. അപ്പൊ യു സി മ്യൂട്ടേഷൻ നമ്മൾ പറഞ്ഞാലും ഇറ്റ് ഹാസ് ടു ഹാപ്പൻ അറ്റ് എ വെരി പെർട്ടിക്കുലർ പ്ലേസ് ആൻഡ് വെരി ദിസ് തിങ്. That's number 1. Number 2 I would say. Number 3, ഇപ്പം ഒരു മ്യൂട്ടേഷൻ വഴി ഒരു സ്പീഷീസോ അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ മറ്റൊരു പ്രോട്ടീനിലേക്ക് മാറത്തില്ല, വേറൊരു പ്രോട്ടീനായിട്ട് മാറത്തില്ല. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ
നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോട്ടീൻസ് പറഞ്ഞാൽ യു ഹാവ് ടു ഹാവ് മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീന്റെ ഒരു ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ there are a lot of things about the protein you have to change. First, you have to change the protein fold. The protein has to acquire some sort of a new functional fold. Where a function edukkanengil, if a protein has to make from one function to another function, it has to have a new functional fold. അപ്പൊ അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. The fourth thing about mutations is ഒരു മ്യൂട്ടേഷൻ നടന്നിട്ട് ലെറ്റ്സ് സേ ഒരു മ്യൂട്ടേഷൻ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ നടന്നു, അതൊരു സ്പീഷീസിന് ഒരു ഇംപ്രൂവ്മെന്റ് ആയിട്ട് നമുക്കത് കാണാനും പറ്റി. പക്ഷെ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പീഷീസ് ഒരു ഗ്രാജുവൽ ആയിട്ട് മറ്റൊരു സ്പീഷീസിലേക്ക് മാറുന്നല്ല നമ്മുടെ ചിന്ത. പരിണാമം എന്ന് പറഞ്ഞാൽ ഇവല്യൂഷൻ വഴി ഫസ്റ്റ് മ്യൂട്ടേഷൻ ബെനിഫിഷ്യൽ ആണെങ്കിൽ അടുത്ത മ്യൂട്ടേഷൻ ബെനിഫിഷ്യൽ ആവണം എന്ന് എന്താണ് ഇത്? I mean, what is the probability that the next mutation will also be beneficial? Other fourth point. Fifth point, even if the next mutation is beneficial, how do you know that this mutation is going to help to the already beneficial mutation? എന്ന് പറഞ്ഞാൽ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത ബെനിഫിഷ്യൽ മ്യൂട്ടേഷൻ ഈ ബെനിഫിഷ്യൽ മ്യൂട്ടേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മ്യൂട്ടേഷൻ ആണെന്ന് നമുക്ക് എന്താ പറയാൻ പറ്റുക? I mean, how can we say that? That is point number 5. Point number 6, mutations, to fix a mutation, ഒരു പ്രത്യേക മ്യൂട്ടേഷൻ ഒരു പോപ്പുലേഷനിൽ ഫിക്സ് ആവണമെങ്കിൽ 2 mutations ഫിക്സ് ആവാൻ എന്ന് പറഞ്ഞാൽ the time period required for 2 mutations to get fixed in a population is 200 million years. These are calculations that people have done. So see, there are a lot of problems with evolution. അല്ലെങ്കിൽ mutations as the only അല്ലെങ്കിൽ മ്യൂട്ടേഷൻ വഴി മാത്രമാണ് നമ്മൾ ഈ കാണുന്ന കോംപ്ലക്സിറ്റി എല്ലാം വരിക എന്നുള്ള ഒരു ചിന്ത. ഇറ്റ്സ് എ വെരി വെരി ഡിഫിക്കൽട്ട് ഐഡിയ. അല്ലെങ്കിൽ ഐ കനോട്ട് തിങ്ക് ഓഫ് it's very difficult, and especially I will give you the 7th point about mutations. ഒരു സിമ്പിൾ സിസ്റ്റം വേർ you need to have only one mutation, അല്ലെങ്കിൽ ഒരു മ്യൂട്ടേഷൻ വഴി മാത്രം, ഒന്നോ രണ്ടോ മ്യൂട്ടേഷൻ വഴി മാത്രം, ഒരു ജീനിൽ നടക്കുന്ന ഒരു മ്യൂട്ടേഷൻ വഴി മാത്രം നമുക്കൊരു പുതിയൊരു ഫംഗ്ഷനിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഞാനിപ്പം പറഞ്ഞല്ലോ ഇറെഡ്യൂസിബിളി കോംപ്ലക്സ് സിസ്റ്റം. ഇറെഡ്യൂസിബിളി കോംപ്ലക്സ് സിസ്റ്റംസിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ പല സിസ്റ്റംസ് അല്ലെങ്കിൽ യു ഹാവ് ടു ഹാവ് മൾട്ടിപ്പിൾ കോർഡിനേറ്റഡ് മ്യൂട്ടേഷൻസ് ദാറ്റ് വിൽ ഗിവ് യു എ കോർഡിനേറ്റഡ് ഫംഗ്ഷൻ. അപ്പം അങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞാൽ അത്രയും കോർഡിനേഷൻ വഴി അല്ലെങ്കിൽ അത്രയും കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ I don't think so it is known in literature. I hope that answers the question. Sorry Mohandas, it might have been a little technical, but I think that's how I could have put it. Okay, thank you ബ്രദർ. ഇത് നേരത്തെയും കഴിഞ്ഞ ഒരു ചർച്ചയിലും പറഞ്ഞ് ഞാൻ കേട്ടതാണ്, പക്ഷെ മനസ്സിലായി. പക്ഷെ എന്നാ എന്റെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വീണ്ടും ഇത് തന്നെ ഈ നിരീശ്വരവാദികള് പരിണാമത്തെ കുറിച്ച് പറയുന്നവര് വീണ്ടും വീണ്ടും ഇപ്പോഴും പല ചർച്ചകളിലും പറയുന്ന കാര്യമാണ് മ്യൂട്ടേഷൻ ഈസ് എവിഡൻസ് ഓഫ് ദ എവല്യൂഷണറി തിയറി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, താങ്ക് യു ഫോർ എക്സ്പ്ലെയിൻ. താങ്ക് യു. ഈ മ്യൂട്ടേഷനെയും എവല്യൂഷനെയും സംബന്ധിച്ചുള്ളൊരു വീഡിയോ ഓൾറെഡി ജെറിൻ ബ്രദർ തന്നെ IBT എന്ന് പറഞ്ഞൊരു ക്ലബ് ഹൗസ് റൂമിൽ ചെയ്തിരുന്നു. സോ അതിൻ്റെ റെക്കോർഡിങ്സ് വേണ്ട ആളുകൾ ജസ്റ്റ് ഒന്ന് പിങ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ഇവിടെ പറയുന്നത്, അതായത് ഒരു സിംഗിൾ ബേസിന്റെ ചേഞ്ച്. ഇപ്പൊ നമുക്ക് ബയോളജിയിൽ എടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ജെനറ്റിക് ചേഞ്ചസ് ഉണ്ട്, ഇൻസേർഷൻ, ഡിലീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ഹ്യൂമൻ ജിനോമിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോമോസോം നമ്പർ 2 നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിമ്പൻസീസിന് ശരിക്കും ഒരു എക്സ്ട്രാ സെറ്റ് ഓഫ് ക്രോമോസോംസ് ഉണ്ട്. അതിന്റെ അതേ ക്രോമോസത്തിന്റെ ടിലോമിയറിക് റീജിയൻ നമ്മുടെ സെക്കൻഡ് ക്രോമോസോ ആയിട്ട് ജോയിൻ ചെയ്തതായിട്ടൊക്കെ കാണാം. അപ്പൊ നമ്മൾ ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒറ്റ സിംഗിൾ പോയിന്റ് മ്യൂട്ടേഷൻ ആയിട്ട് ഒതുക്കി നിർത്തുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഇൻസേർഷൻസ്, ഡിലീഷൻസ്, അതേമാതിരിയുള്ള ട്രാൻസ്ലൊക്കേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എനിക്കൊരു Arun, I think because എന്ന് പറഞ്ഞാൽ
ഈ പോയിന്റ് മ്യൂട്ടേഷൻസിന്റെ ബേസിസിലാണ് യുനോ ഇവല്യൂഷണറി തിയറി മോസ്റ്റ്ലി ഇതാവുന്നത്. ഇവല്യൂഷണറി തിയറി കാരണം ദാറ്റ് ഇസ് എ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് മ്യൂട്ടേഷണൽ അല്ലെങ്കിൽ മ്യൂട്ടേഷണൽ ഡേറ്റാബേസ് ഓർ സംതിങ്. that is a major driver for change അല്ലെങ്കിൽ major driver for mutations. Insertions, gap deletions ഒക്കെ നടക്കാറുണ്ട്. That I agree with you. Even transversions, inversions ഇതൊക്കെ നടക്കാറുണ്ട്. I agree with you. But the major driver for the mutational ഒരു mutational database ന്റെ major driver എന്ന് പറയുന്നത് point mutations. And I think എന്റെ ഇതിൽ എന്റെ അറിവിൽ I think evolution is mostly അല്ലെങ്കിൽ my thinking is that evolutionists mostly don't refer to what specific type of mutations. They mostly refer to random mutations. Now in what form, whether other deletion, insertion, other just point mutations or no transversion, substitution, that they don't mention the details. Primarily they say that random mutation. അപ്പം ആ ഒരു random mutation is not sufficient എന്നാണ് ഞാൻ ഇവിടെ what I try to present. ഓക്കെ, അതും വേറെ ഡിസ്കഷൻ. ഓക്കെ, താങ്ക് യു. അതെ അതെ, അത് വേറെ ടോപ്പിക്കാണ്. നെക്സ്റ്റ് ഐ തിങ്ക് സാം പറയൂ. ഹായ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ്. യെസ് യെസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജെറിൻ, നല്ലൊരു ഇനീഷ്യൽ പ്രസൻറ്റേഷൻ ആയിരുന്നു. അതിന് ശേഷമുള്ള ഡിസ്കഷൻസും എനിക്ക് തോന്നുന്നു വാസ് ക്വൈറ്റ് നൈസ്. ഞാനൊരു ഫിസിസിസ്റ്റാണ്, ബയോളജിസ്റ്റ് അല്ല. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ടേംസ് എക്സാക്ട്ലി കറക്റ്റ് അല്ലായിരിക്കും. ബട്ട് ഐ വിൽ ട്രൈ ടു കൺവേ ദി ഐഡിയ. ജെറിന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ചോദിച്ചാൽ മതി. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പം ചേട്ടൻ മ്യൂട്ടേഷൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത് ഒരു റെഗുലർ മ്യൂട്ടേഷൻ എടുക്കുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾ ന്യൂട്രലായിട്ടുള്ള മ്യൂട്ടേഷൻസ് വരും. അതിനകത്തൊന്ന് യൂസ്ഫുൾ ആയിട്ടുള്ളത് വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഒരു എൻറ്റിറ്റി, ഒരു ഫങ്ഷൻ നിർവഹിക്കുന്ന ഒരു ചെറിയ പാർട്ട് ഓഫ് ദ ബോഡി ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ വേണ്ട n നമ്പർ ഓഫ് ഐറ്റംസ്, n could be anything, it could be small or big, but n നമ്പർ ഓഫ് ഐറ്റംസ് ഒരുമിച്ച് ഒരേ സമയത്ത് പ്രസൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ആ ഫങ്ഷൻ നിർവഹിക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് n-1 ആക്കി കഴിഞ്ഞാൽ, അതിനകത്ത് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അത് ആ ഫങ്ഷൻ നിർവഹിക്കില്ല. ഈ മൗസ് ട്രാപ്പിൻ്റെ ഇത് എക്സാമ്പിൾ പറഞ്ഞ് അതാണെന്ന് തോന്നുന്നു. അതിനകത്ത് 5 കമ്പോണൻസിൽ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ അത് വർക്കാവില്ല. അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അത് വർക്കാവില്ല. അതുകൊണ്ട് തന്നെ ഈ n നമ്പർ ഓഫ് പ്രോട്ടീൻസ് ഒരുമിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഐദർ ഇറ്റ് ടേക്സ് ഒരു വളരെ നീണ്ട ടൈം സ്പാൻ എടുക്കും, മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വെരി ലെസ് പോസിബിൾ, പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരേ ജനറേഷനിൽ ഇതേ മ്യൂട്ടേഷൻസ് എല്ലാ മ്യൂട്ടേഷൻസും ഒരേ ജനറേഷൻസിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സംഭവിക്കാം. പക്ഷെ അതിൻ്റെയും ചാൻസ് എക്സീഡിംഗ്ലി ലോ ആയിരിക്കും ജനറലി പ്രോബബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദി ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് അത് ഇറഡ്യൂസിബിളി കോംപ്ലക്സ് ആണ്. അതിൻ്റെ പുറകിൽ അന്നേരം വെറും ചാൻസ് അല്ല, ഒരു ഡിസൈൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ തിരിച്ചു ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉള്ള പ്രോട്ടീൻസ് അതിൻ്റെ ഫങ്ഷൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കണമെന്നില്ലല്ലോ. അതായത് നമ്മൾക്ക് അതേക്കുറിച്ച് ഇപ്പം ഈവൻ ഇഫ് ഇറ്റ് ഫങ്ഷൻസ് ഫോർ വൺ സ്പെസിഫിക് ഫങ്ഷൻ വേണ്ടി ട്യൂൺ ചെയ്തിരിക്കുകയാണെന്ന് നമ്മൾക്കിപ്പോൾ തോന്നുന്നുണ്ടെങ്കിലും ഇറ്റ് മൈറ്റ് ഹാവ് ഹാഡ് ദ കേപ്പബിലിറ്റി, 2-3 ഫങ്ഷൻസ് നിർവഹിക്കാനുള്ള കേപ്പബിലിറ്റി n നമ്പർ ഓഫ് ഐറ്റംസിനും ഉണ്ടായിരുന്നെങ്കിൽ സബ്സിക്വൻറ്റ് ജനറേഷൻസിൽ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഓരോ ജനറേഷൻസിലും എടുത്തെടുത്ത് പോയാൽ മതി. അപ്പോൾ മുമ്പേ പറയുന്ന ആ ലാർജ് ടൈം സ്കെയിലോ അല്ലെങ്കിൽ വെരി ലെസ് പ്രോബബിലിറ്റി എന്നുള്ളത് മാറി മോർ പ്രോബബിൾ ആകാനുള്ള ചാൻസ് കൂടും. അപ്പം അത് ഈ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റിക്ക് എതിരായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്. സെക്കൻഡ് എനിക്കുള്ള ചോദ്യം, ഈ
ഫങ്ഷൻ തന്നെ, അതായത് നമ്മളൊരു ഒരു എൻറ്റിറ്റി ഒരു ഫങ്ഷൻ നിർവഹിക്കുന്നു, അതിലെ എല്ലാം ഒരുമിച്ച് വന്നിരിക്കുന്നു, അതുകൊണ്ട് അത് ഇറഡ്യൂസിബിളി കോംപ്ലക്സ് ആണ് എന്ന് പറയുന്നതിൻ്റെ അപ്പുറം അത് ഇവോൾവ് ചെയ്ത് വന്നതാണ്. അതിൻ്റെ ഇവല്യൂഷനിലെ പല സ്റ്റേജസിൽ അതിന് പല ഇതിനേക്കാളും താഴ്ന്ന ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഇതുമായിട്ട് സിമിലർ അല്ലാത്ത വേറെ ഫങ്ഷൻസ് ആയിരിക്കാം, പക്ഷെ അത് ഗ്രാജുവൽ ഇൻക്രീസിൽ ഇപ്പോൾ അത് നിർവഹിക്കുന്ന ഫങ്ഷനിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റ് എവല്യൂഷണറി പെർസ്പെക്റ്റീവ് നിന്ന് വയ്ക്കാം. അപ്പോൾ അതെങ്ങനെ കൗണ്ടർ ചെയ്യാമെന്നുള്ളതാണ്. ഇതിനോട് സൈഡ് റിമാർക്കായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കുറേ റിസർച്ച് നടക്കുന്നതിൽ ഒരെണ്ണം ഈ ഗെയിം ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ചാണ്. അതായത് മനുഷ്യർ കളിക്കുന്ന വീഡിയോ ഗെയിംസിൽ നമ്മൾ മനുഷ്യർക്ക് പകരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസെ വെച്ച് കഴിഞ്ഞാൽ അവർ മനുഷ്യരെ തോൽപ്പിക്കാൻ അവർക്ക് പറ്റുമോ, അതായത് സ്ട്രാറ്റജിക്കലി അവർക്ക് പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റുമോ? സെയിമിംഗ്ലി ഇൻ്റലിജൻ്റ് അല്ലാത്ത സിസ്റ്റംസ് ആണത്, പക്ഷെ അവർക്ക് മനുഷ്യരെക്കാട്ടിലും ഇൻ്റലിജൻ്റ് ആയിട്ട് അവർക്ക് സ്വന്തം ആ ഗെയിം സോണിൽ ഇവോൾവായി അതിൻ്റെ റൂൾസ് പഠിച്ച് പുതിയ സ്ട്രാറ്റജീസ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കി തുടങ്ങി. ചെസ് ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. ചെസ്സിൻ്റെ കാര്യം ഞാൻ എടുക്കുന്നില്ല, പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ വേറൊരു ഗെയിമാണ്. ആ ഗെയിമിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ ഗെയിമിൻ്റെ സ്ട്രാറ്റജി എനിക്ക് ഭയങ്കര ഒരു ഫണ്ണി റിസൾട്ടായിട്ട് എനിക്ക് തോന്നി. റിസൾട്ട് ഇതാണ്, അതായത് ഒരു കാർട്ടൂൺ പോലത്തെ ഒരു ഗെയിമുണ്ട്. അതിൽ നമ്മൾക്ക് കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന് മറ്റ് അപ്പുറത്തുള്ള എനിമി കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ കൊല്ലുക, എത്രയും പെട്ടെന്ന് കൊല്ലുക, ആദ്യം മരിക്കുന്നവരാണ് തോൽക്കുന്നത്. നമ്മളുടെ കയ്യിൽ ഒരു ആളെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ജയിക്കുന്നു. അപ്പം ഒരു റാൻഡം എന്താ പറയുക ഒരു സ്ഥലമുണ്ട്, അതിലൂടെ ഓടി നടക്കാം. പല ഫീച്ചേഴ്സ് ഉണ്ട്, മതിലുകളുണ്ട്, എന്താ പറയുക ട്രീസ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് സാധാരണ മനുഷ്യർ കളിക്കുമ്പം ഫസ്റ്റ് ഗോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കുള്ള എന്താ പറയുക അതിനകത്തുള്ള വെപ്പൺസും ബോംബ്സും എല്ലാം ഇട്ട് മറ്റേ കൂട്ടരെ നശിപ്പിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ എത്രയും പെട്ടെന്ന് മറ്റുള്ളവരെ കൊന്ന് ജയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ സ്ട്രാറ്റജി. അതാണ് പ്രൈമറി സ്ട്രാറ്റജി. പക്ഷേ ഈ AI സിസ്റ്റം ചെയ്തത് വളരെ രസകരമായൊരു കാര്യമാണ്. അതായത് ഇത് ഒരു ബോംബ് പോലും ഉപയോഗിച്ചില്ല. ഇതാകെ ചെയ്തത് പോയി മതിലയിൽ ചാരി അങ്ങ് നിന്നു. മതിലയിൽ ചാരി നിൽക്കുമ്പോഴത്തേന് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും. അതായത് അങ്ങോട്ട് ബോംബ് ഇടുന്നില്ല, മറിച്ച് മറ്റവർ ഓടി അവരുടെ ലൈഫ് നമ്മൾ സമയം കഴിയും തോറും ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കും, ലൈഫിൻ്റെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ തളർത്തി കൊല്ലുക എന്നുള്ളൊരു സ്ട്രാറ്റജി AI സിസ്റ്റം എടുത്തു. ഞാനത് എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബാക്ടീരിയയുടെ കേസിലും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് നിർവഹിക്കുന്ന ഓർഗൻസ് ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും അതില്ലാതെ തന്നെ ചിലപ്പം എഫിഷ്യൻ്റായിട്ട് ഒരു എന്താ പറയുക ഹോസ്റ്റൈൽ സിറ്റുവേഷൻസിൽ രക്ഷപ്പെടാനുള്ള സിസ്റ്റംസ് ചിലപ്പോൾ കാണും. അതായത് ഇപ്പം ഫ്ലജല്ലത്തിൻ്റെ കൂട്ട് നമ്മൾ ഈ തുഴയുന്ന സിസ്റ്റം അതിനില്ലെങ്കിൽ തന്നെ അതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന, രക്ഷപ്പെടാൻ പറ്റുന്ന വേറെ നമ്മൾ എന്താ പറയുക വളരെ ഓബ്വിയസ് എന്ന് അല്ലാതെ ചിന്തിക്കുന്ന ഈസിയർ സിസ്റ്റംസ് ചിലപ്പോൾ അത് ചൂസ് ചെയ്ത് കാണും. നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ട് ചിന്തിക്കാത്ത സിസ്റ്റംസ് അത് ചൂസ് ചെയ്ത് കാണും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഫങ്ഷൻ അതിന് എത്തിയില്ല എന്നുള്ളതല്ല, അത് വേണ്ടി പോലും വന്നില്ല എന്നൊരു ആർഗ്യുമെൻറ്റ്, കൗണ്ടർ ആർഗ്യുമെൻറ്റ് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ എങ്ങനെ ജെറിൻ റെസ്പോണ്ട് ചെയ്യുന്നു? താങ്ക് യു. ഓക്കെ, എനിക്ക് ആദ്യത്തെ ആർഗ്യുമെന്റ് എനിക്ക് പെട്ടെന്ന് I think I lost it. Can you just briefly summarize the first argument? Yeah. So the argument goes like this: if you take a lot of mutations and if it has to happen in the natural process, it will take millions of years. But if you say that you are only modifying the already existing proteins, and if it has n number of properties or n functions, and it's only modifying the best suitable function out of it, then it doesn't have to have these many mutations, but it can just modify its function, which actually tremendously reduces the time for mutations, and therefore the probability of that happening is much more. Yeah, thanks, Sam. So that is about a system that has foresight. Now,
things that have foresight, as you know, it's that accounts to something called a designer. Then that is one thing. Second thing is that the എന്ന് പറഞ്ഞാൽ ഇപ്പം you stated a case where you had a protein which had n number of which could perform n number of functions. That would mean that protein had to have n number of functional folds, n number of catalytic activity, which is not likely in the biological scenario that that we see, because every protein only has specific functional folds, and it's very specific functions that you have. So to have a precursor that performs n number of functions, and then try to make have a scenario where you have this protein coming down to have individual functions. I think that's a hypothetical scenario, and I think that's pretty unlikely also, because one protein cannot, or let's say a few proteins would not be able to do that kind of a because functional folds are required for one protein to do many functions. See, proteins, how they actually function is, it's basically all chemical reactions. It's so, like, for example, I'll just give you one simple example. If a protein called if a protein called, let's say, if my protein has to work, I'm working on a protein called RAB GTPases. If that protein has to work, how that protein works is that protein first is in an inactive form, then it is made into an active form, again it comes back to an inactive form. Now that protein has only a functional fold or a catalytic center that will catalyze only one type of a reaction. It cannot catalyze another type of a reaction. So to have one protein having multiple modifications or multiple functional folds is highly unlikely, and it's a very hypothetical scenario, is what I would say. I hope that answers the first question, Sam. Yeah, so because I don't know much of the biology, so I'll take your word for it. Although I'll have to concede that mostly because I don't know how protein folding actually works. Yeah, so maybe you can go to the next point. Yeah, I might have just lost track of the second question. Can you just repeat? So it could be that the function itself changes over time. So it might have been that. So the primary argument of irreducible complexity goes down like this, right? If you take out of the n subsystems, if you take one of this subsystem off, the whole system collapses, right? So that would be a vague. Yes. Yeah. So let's say the n. Can you hear me right now? So it shows Yes. poor connection. Okay. Yeah. So my question is, let's say one of these n subsystems fail, but of course that means that means that the whole system for function f1 fails, but it could be still that the n-1 system is capable of function f2. So it could have been performing function f2 at some point, which by a slight modification has actually acquired the capacity for function f1. So that actually goes against the irreducible complexity, right? Because it only means that it was not performing f1 throughout, but that is not a necessary condition then. Okay, I will give you one example of, so to put this, to make you, or to present my case for why irreducible complexity still holds, I will just give you one example of, the blood clotting cascade is an irreducibly complex system. Now there are n number of blood clotting cascade correct components ഉണ്ട്. If you know the blood clotting cascade, the final component എന്ന് പറയുന്നത് fibrin ആണ്. It begins with one factor that activates the next factor, that activates the next factor, that activates the next factor. From blood clotting cascade, it is just that entire cascade in our protein cascade is just entirely for blood clotting only, because fibrin formation, our blood clotting cascade, each of those components, they are activated when blood clotting happens. Now let me just put the scenario that you have said across. Would this, if I removed the last, let me say last or somewhere let me say the last component, fibrinogen, or I don't remember the name of the last component. Let me say the last component was removed. Now would that system have functioned somewhere else?
the only known function of that protein is to cause, is to cause a plug in the blood clotting cascade, fibrin, to prevent blood clotting. Now, can we think of another place where something like blood clotting, but without the requirement of the last step is required? I think it's highly unlikely in a cellular in a cell system. Even that is why it is called irreducibly complex system, because that entire set of events is very specific to that kind of an to that kind of a process. For example, let's ഷുവർ take ഷുവർ. very സോ simple. ജസ്റ്റ് ടു ഇൻറ്ററപ്റ്റ്, സോ അതുകൊണ്ടാണ് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അതായത് നമ്മളൊരു ഫ്ലജലത്തിൻ്റെ കേസ്, അതായത് മൂവിങ് പാർട്ട് ആണ് ഒരു സാധനത്തിൻ്റെ ഫങ്ഷൻ എന്ന് വിചാരിക്കുക. അതായത് തുഴയുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അതിന് n നമ്പർ ഓഫ് പ്രോട്ടീൻസ് ഉണ്ടെങ്കിലേ ആ ഫങ്ഷൻ നിർവഹിക്കാൻ കഴിയുള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷേ ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗെയിം പറഞ്ഞതിൻ്റെ കാരണം, അതിനകത്ത് തുഴഞ്ഞില്ലെങ്കിൽ പോലും അതിൻ്റെ ആകെയുള്ള എന്താ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും അടുത്തുള്ളൊരു വാളിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കാൻ ആ ഒരു ഫങ്ഷൻ നിർവഹിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ it has actually passed on to the next generation, because it can probably surpass its enemies. അങ്ങനെ ആകുമ്പോഴത്തേന് ആ തുഴയാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് ടു ആക്ച്വലി മൂവ് ടുവേർഡ്സ് സം അതർ സിസ്റ്റം എന്നുള്ള ഫങ്ഷൻ n-1 സിസ്റ്റം, n-1 സബ്സിസ്റ്റംസ് നിർവഹിക്കുന്നുണ്ടെങ്കിൽ it just needs one more system to actually make it fully functional. Yeah, but still, yeah, that is the thing. See, if I get your argument, if I'm argument, you have n-1 systems, and that appears to be functional for something else, and therefore, so that is your data comes from just the aspect of artificial intelligence. Now, I'm not sure how I'll put this across to you, but see, even in the case of the flagellum also, a rotating flagellum is the ultimate purpose of all the all the components assembling, both the stator, the rotor, the ionic movement. There is, I forgot the name of that component. Where you have this proton movement. So all of this is actually the final function is finally this flagellar movement. If the flagellar movement, let's say, if it was not the ultimate function, then there is no purpose for any of these components to have assembled till that point. Even if, like, let's say, even if you know the biochemistry of signal transduction for flagellar movement is through bacterial proteins called CHEA, CHEW. So that signaling cascade also causes this flagellar movement. The point is, the end point is flagellar movement. If flagellar movement, then nothing else. That is the basic adana idinte porayilla basic idea. Because what will all of these components finally result in? The final, because it's a stepwise. One step leads to the next step, leads to the next step, leads to the next step, and then to the final step. If the final step is not there, then this n-1 components, or this n-1 system, it's going to be selected away. It won't. There is no use of that system. Is what I am trying to think, or is what I would be able to. That's what I'm trying to think. There would not be any function that it would be able to help the organism in. Just the case of, I'm not sure about how to answer the artificial intelligence concept, but still I would think that even if you had n-1 components, but still the function would remain unfulfilled. And if n-1 system could have helped in some other function, it would have had a different role. I don't think the addition of one system would, addition of just one more system would help it create a new process. I don't think there is any example of like that in biological world. ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. Yeah, sure. ഓക്കെ, അപ്പോൾ ബ്രദർ പറഞ്ഞതുപോലെ അങ്ങനൊരു n-1 പ്രോട്ടീൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലജല്ലി ആണെങ്കിൽ ഏതാണ്ട് 30+ പ്രോട്ടീൻസ് ഉണ്ട് സിസ്റ്റത്തിൽ, സ്റ്റേറ്റർ, റോട്ടർ, പ്രൊപ്പല്ലർ അങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കലി അങ്ങനെ ഒരു 29 പ്രോട്ടീൻസ് ഉണ്ടെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 30th പ്രോട്ടീൻ ഉണ്ടാവണമല്ലോ. ആ 30th പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ തന്നെ പ്രോബിലിറ്റി അസ്ട്രോണോമിക്കലി ലോ ആണ്. ഫോർ എക്സാമ്പിൾ കുറച്ച് മുമ്പ് ജെറിൻ ബ്രദർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കോർഡിനേറ്റഡ് മ്യൂട്ടേഷൻ ഉണ്ടാകാൻ വേണ്ടി മില്യൺസ് ഓഫ് ഇയേഴ്സ് വേണം. ഇപ്പോൾ നമുക്കൊരു
ലിറ്ററേച്ചറിലൊരു ഇതുണ്ട്, വർക്കുണ്ട് 2008 ഡ്യൂററ്റ് ആൻഡ് ഷ്മിത്ത് അവരുടെ വർക്ക് പറഞ്ഞനുസരിച്ച് ഒരു കോർഡിനേറ്റഡ് മ്യൂട്ടേഷൻ, അതായത് ഫസ്റ്റ് മ്യൂട്ടേഷൻ ഡിലിറ്റീരിയസ് ആണെങ്കിൽ ആ മ്യൂട്ടേഷൻ ഉണ്ടാവാനുള്ള ടൈം ഏതാണ്ട് 216 മില്യൺ ഇയേഴ്സ് ആണ്. അപ്പോൾ ഒരു പ്രോട്ടീൻ ഉണ്ടാകണമെങ്കിലുള്ള ടൈം എത്രയായിരിക്കും? നമ്മുടെ റീസണബിൾ ടൈം സ്കെയിൽ യൂണിവേഴ്സിന്റെ ബിഗിനർ മുതൽ നോക്കിയാൽ കിട്ടില്ല. ഇനി നമുക്ക് അസ്യൂം ചെയ്യാം ഈ 30 പ്രോട്ടീൻസ് ഉണ്ട് വിചാരിക്കും സെല്ലിനകത്ത്. അതായത് എല്ലാ പ്രോട്ടീൻസും ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ ഒരു ബാക്ടീരിയ അസംബ്ലി വേണം, അസംബ്ലിക്ക് ഇൻഫർമേഷൻ വേണം, മനസ്സിലായോ? ഇപ്പൊ ഏത് പ്രോട്ടീൻ ഏത് ടൈമിൽ എക്സ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് കാരണം എല്ലാ പ്രോട്ടീൻസും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്താൽ ഫ്ലജൽ ഉണ്ടാവില്ല. അസംബിൾ ചെയ്യാനും ഇൻഫർമേഷൻ വേണം. അപ്പോൾ ആ ഇൻഫർമേഷൻ കിട്ടാനും നമുക്ക് ഒരുപാട് അൺറീസണബിൾ ടൈം സ്കെയിൽ വേണം. റാൻഡമിലി ഉണ്ടാവാൻ കേട്ടോ, റാൻഡമിലി. ക്ലിയർ ആയോ? ഷുവർ. പക്ഷെ ഞാൻ ചോദിച്ച ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഇത് നിർത്താം, കാരണം ബാക്കിയുള്ളവരും സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഐക്കിയയുടെ ഫർണിച്ചർ എടുക്കുക. അപ്പം എനിക്ക് അത് സോഫ ആക്കാം, ബെഡ് ആക്കാം, അങ്ങനത്തെ ഫർണിച്ചർ നമുക്ക് കിട്ടാറുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു ഫർണിച്ചർ എടുക്കുക. ഇതിന് എനിക്കൊരു എക്സ്ട്രാ പാർട്ടും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു എക്സ്ട്രാ പാർട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു സോഫയാകുമെന്ന് വിചാരിക്കുക. അത് നോർമൽ കേസിലൊരു ബെഡ് പോലെയാണ്. അതിൽ താഴെ ഒരു പലകയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ അതൊരു സോഫയാകുമെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റിയിൽ വാദിക്കുന്നത് എന്താണ്? അതായത് ഇതൊരു സോഫ ആകാനാണ് ഇതിൻ്റെ പ്ലാൻ. അപ്പോൾ സോഫ ആകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് n നമ്പർ ഓഫ് കമ്പോണൻസ് വരണം. ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ഇത് ആ തടിക്കഷ്ണം ഇല്ലായിരുന്നെങ്കിലും ബെഡ് എന്നുള്ളൊരു ഫങ്ഷനിങ് അതിന് ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾക്ക് ഇപ്പോൾ അറിയാത്തതല്ലേ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അത് കുഴപ്പമില്ല, എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ടറി ആൻസർ അല്ല അത്. എങ്കിലും ഐ ടേക്ക് യുവർ പോയിന്റ്. അതായത് ആസ്ട്രോണമിക്കലി പ്രോബബിലിറ്റി വൈസ് അതിന് ഒരുപാട് വർഷങ്ങൾ എടുക്കും എന്നുള്ളത് ഞാൻ കൺസീഡ് ചെയ്യുന്നു. പക്ഷെ നമ്പർ ഞാൻ, അതായത് ഒരു 30th പ്രോട്ടീൻ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഒരു സാധനം കൂടെ എക്സ്ട്രാ വരുന്നത് 30 സാധനങ്ങൾ ഒരുമിച്ച് വരുന്നതിനെക്കാട്ടിലും വളരെ വളരെ പ്രോബബിൾ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. യാ, താങ്ക് യു. ആഡ് ചെയ്യുന്നുണ്ട് സെറിൻ ബ്രോ? ഇല്ല, ഐ തിങ്ക് നിതിൻ ബ്രോ സപ്പോർട്ട് ചെയ്ത ഫാക്ട്സ്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ പോയിന്റ്. അതുകൂടാതെ ഈ 30th പ്രോട്ടീൻ അല്ലെങ്കിൽ ഫൈനൽ പ്രോട്ടീൻ ഇല്ലെങ്കിൽ ദ ഫംഗ്ഷൻ കൊളാപ്സസ്. ആ ഫംഗ്ഷൻ കൊളാപ്സ്. അപ്പം വെദർ ദ 29 protein system can do some other function. I don't know if there is an example in the biological world like that. ഇല്ല, അങ്ങനെ ഒരു എക്സാമ്പിൾ ഇല്ല. Yeah, that is the point. ഇനി അഥവാ 30 പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ തന്നെ അസംബിൾ ചെയ്യാൻ നമുക്ക് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ വേണം. ആ ഇൻഫർമേഷൻ റാൻഡംലി ഇവോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഇനോർമസ്ലി ലോ ആണ്. എന്ന് പറഞ്ഞാൽ 29 component system itself will be an irreducibly complex system. Exactly. അജയ് ചേട്ടൻ എന്താ പറയുന്നത്? ഞാൻ ഒന്ന് ആഡ് ചെയ്തോട്ടെ, ഒരു പോയിന്റ് ആഡ് ചെയ്തോട്ടെ. ഓക്കെ, ഇപ്പോൾ സാം ബ്രദർ പറഞ്ഞൊരു എക്സാമ്പിൾ ശരിക്കും ഈ ഇവല്യൂഷൻ ബയോളജി പറഞ്ഞിട്ടുണ്ട്. കാരണം ടൈപ്പ് റീ സെക്യൂരിറ്ററി സിസ്റ്റം എന്ന സംഭവം ഉണ്ട് നമ്മുടെ ബാക്ടീരിയയിൽ. അതായത് ബാക്ടീരിയ വേറൊരു സെല്ലിലേക്ക്, യൂക്കാരിയോട്ട് സെല്ലിലേക്ക് സംഭവം ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ടൈപ്പ് റീ സെക്യൂരിറ്ററി സിസ്റ്റം. അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവർ പറഞ്ഞ ആർഗ്യുമെന്റ് ആണ് ഈ ടൈപ്പ് റീ സെക്യൂരിറ്ററി സിസ്റ്റം നിന്നാണ് ഫ്ലജല്ല ഇവോൾവ് ആയെന്ന്. കാരണം ഫ്ലജല്ലയിലുള്ള ഏതാണ്ട് ഒരു 10 പ്രോട്ടീൻസ് ടൈപ്പ് റീ സെക്യൂരിറ്ററി സിസ്റ്റത്തിലുണ്ട്. രണ്ട് കോമൺ ആണ് ആ 10 പ്രോട്ടീൻസ്. അപ്പോൾ കുറെ നാൾ പറഞ്ഞ ആർഗ്യുമെന്റ് ആണ്. പക്ഷെ പിന്നീട് മനസ്സിലായി ആക്ച്വലി ഫ്ലജല്ലയിൽ നിന്നാണ് മറ്റേത് ഉണ്ടായത്. കാരണം ഫ്ലജല്ലയിൽ ഒരുപാട് പോർഷൻസ് നഷ്ടപ്പെടുത്തിയാണ് മറ്റേ സിസ്റ്റം ഉണ്ടായെന്നൊരു പിന്നീട് മനസ്സിലായി. ഓക്കെ, താങ്ക് യു. Yeah, that's just one more point to that. Evolution നടക്കുന്നെങ്കിലും even if evolution has to happen, ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, it works, it will work by de-evolving. അതാണ് മൈക്കൽ ബിഹയുടെ ന്യൂ ബുക്ക്, de-evolution or de-evolves. It's by breaking a system. You cannot make something more complex. Works by breaking down already existing systems. When evolution and mutation, they can only work with already available systems. It cannot make anything new. Yeah. ഷുവർ. ഞാൻ ബിഹയുടെ വർക്ക് അത്ര എനിക്ക് ഫെമിലിയർ അല്ല. ഇതുപോലെ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ അധികം വായിച്ചിട്ടില്ല. എൻ്റെ ഫീൽഡും അതല്ലാത്തതുകൊണ്ട്. ബട്ട് ഇൻ എനി വേസ് ഒരു നല്ലൊരു ഇൻട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. താങ്ക്സ് ഫോർ ദാറ്റ്. എനിക്കൊരു ഡൗട്ട്, ഈ ഡിസ്കഷൻ കേട്ടപ്പോൾ തോന്നിയൊരു ഡൗട്ടാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ, ഇപ്പൊ സാം ബ്രദർ പറഞ്ഞതുപോലെ, ഇപ്പോ സെല്ലിന്റെ ഒരു കോമ്പണൻസ് എടുത്താൽ തന്നെ അതിലൊരു പാർട്ട് ഇല്ലാതെ ബാക്കി പാർട്സ് വെച്ച് വേറൊരു ഫങ്ഷൻ ഉണ്ടാവുകയും പിന്നീട്
അങ്ങനെ അടുത്ത പാർട്ട് വരുമ്പോൾ ആ ഫംഗ്ഷൻ കുറച്ചുകൂടെ ഈ സെല്ലിന്റെ ഒരു ഫംഗ്ഷനിലേക്ക് ഇവോൾവ് ചെയ്ത് പതുക്കെ വരികയും ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായത് സാം ബ്രദറിന്റെ ആർഗ്യുമെന്റ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ഒരു സംശയമാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ്. അതായത് നമ്മൾ ഈ ഫസ്റ്റ് സെൽ ഫോർമേഷൻ, ഇപ്പം എവല്യൂഷൻ തിയറി എടുത്താൽ അങ്ങനെ ഒരു സെൽ ഫോർമേഷൻ ഒത്തിരി വർഷം ബാക്കിലേക്കാണല്ലോ. നമുക്ക് ഈ ഒരു വർഷങ്ങൾക്കിടയിൽ നമുക്ക് വീണ്ടും അതേപോലുള്ളൊരു സെൽ ഫോർമേഷൻ എവിടെയെങ്കിലും ഉണ്ടായതായിട്ട് എന്തെങ്കിലും തെളിവോ അങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ സയന്റിഫിക് വേൾഡിന്? ഐ മീൻ അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ അത് വീണ്ടും നടക്കാനുള്ള ഒരു പ്രോബബിലിറ്റിയും കൂടെ അവിടെ ഇല്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്റെ അറിവിൽ എനിക്ക് അങ്ങനെ ഐ ഹാവ് നോട്ട് കം അക്രോസ് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് ഐ ഹാവ് നോട്ട് കം അക്രോസ് എനി സിസ്റ്റം ലൈക്ക് ദാറ്റ്. ഈവൻ ഇപ്പൊ ഈ പറഞ്ഞ T3 secretion സിസ്റ്റം ഓൾസോ, അതിനായാലും there is lot of this thing that why it cannot be a precursor to the bacterial flagellum. അതിന് there's a lot of material on that also. I don't know, and I think it's very unlikely that from Sam brother പറഞ്ഞ പോലുള്ള ഒരു സിസ്റ്റം it could be there or not. I highly doubt it. ഇപ്പം നെക്സ്റ്റ് അക്സ, യു വാണ്ട് ആസ്ക് സംതിങ്? യെസ്, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലൈക്ക് ഈ ഓട്ടോഫാഗി എന്ന് പറയുന്ന പ്രോസസ്സ് ഇറ്റ് ഇൻഹിബിറ്റ്സ് ക്യാൻസർ സെൽ സർവൈവൽ, അതുപോലെ തന്നെ അത് സെൽ പ്രൊളിഫറേഷനെ പ്രൊമോട്ട് ചെയ്യും. ഇപ്പം is it possible to regulate this switching in cancerous cell? Sorry, so autophagy is both. It can have both cancer promoting as well as cancer inhibiting function. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? I didn't get it. Is it possible to regulate this switching in cancerous cell? Okay, I'm not sure about I think autophagy is deregulated in cancer cells. That's what I know, but I'm not sure whether that switching is possible, because I don't think it's a single അതൊരു സിംഗിൾ പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്വിച്ച് ആണോ എനിക്ക് അറിയത്തില്ല. I know that autophagy is involved in both cancer promotion as well as in cancer inhibition, but whether in cancer cells whether a single switch can cause whether a single switch can make it non-cancerous, I highly doubt it. I'm not sure. I'm not sure about that, but because I have to read about that to tell you. Yeah. I hope that. Okay. Okay. Next, Reju. താങ്ക് യു. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ എവല്യൂഷണറി ബയോളജിയിൽ മ്യൂട്ടേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്, മ്യൂട്ടേഷൻ ഈ എവല്യൂഷണറി ബയോളജിയിൽ. അപ്പോൾ ശരിക്കും ഈ ഇപ്പം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചു, അപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങൾ സംസാരിക്കുന്ന കൂടുതലും ഈ സിംഗിൾ സെല്ലുലാർ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ലോവർ ലിവിങ് ഫോംസിൽ നടക്കുന്ന ചേഞ്ചസിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് ഈ ഒരു എക്സ്റ്റേണൽ ഏജന്റിന്റെ അല്ലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ ഇമ്പാക്ട് മൂലം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. കാരണം മ്യൂട്ടാജനിക് ഏജന്റ്സ് ഉണ്ടല്ലോ, ഈ മ്യൂട്ടേഷൻ ഇതില് മ്യൂട്ടേഷൻ കൊടുക്കുന്ന ഏജന്റ്സ് ഉണ്ടല്ലോ, അത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണല്ലോ. നമ്മൾ ഇന്റേണലി ഒരു മ്യൂട്ടേഷൻ നടന്ന് എന്തെങ്കിലും ഒരു സെല്ലുലാർ ലെവലിൽ ഒരു ചേഞ്ചസ് സംഭവിക്കുന്നതായിട്ട് ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല. അപ്പോ ഈ നമ്മൾ ഈ ഹയർ ലിവിങ് ഫോംസിൽ ഈ മനുഷ്യരെ പോലെയുള്ള ഹയർ ലിവിങ് ഫോംസ് എന്ന് പറയുമ്പോൾ വെറും മൾട്ടി സെല്ലുലാർ എന്നുള്ള രീതിയിലല്ല, ഒരു ഹ്യൂമനെ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ ലിവിങ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് ഫോം ഉണ്ടല്ലോ, അപ്പൊ അതിനൊരു അബ്നോർമാലിറ്റി സംഭവിക്കുന്നതായിട്ട് എന്തെങ്കിലും മ്യൂട്ടേഷൻ വഴി ഒരു വലിയ അബ്നോർമാലിറ്റി സംഭവിക്കുന്നതായിട്ട് അങ്ങനെ വായിച്ചിട്ടില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ ഈ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെർണോബില് ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ ലീക്ക് ഉണ്ടായി, അവിടെ വലിയ റേഡിയേഷന്റെ പ്രശ്നം ഉണ്ടായി. കുറെ വർഷം, എനിക്ക് തോന്നുന്നു 10-20 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ ആ ഫീൽഡില് ഇപ്പൊ ഈ എവല്യൂഷണറി ബയോളജിയില് മ്യൂട്ടേഷൻ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് വായിച്ചിട്ടുള്ളത്. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ മ്യൂട്ടേഷൻ എങ്കിൽ ഈ ചെർണോബിൽ ആ ഏരിയയില് ഇപ്പൊ അവിടുത്തെ ചിലപ്പോ
കുറെ കിലോമീറ്റേഴ്സ് ഏരിയയിൽ ഇതുണ്ടായതിന്റെ ഒരു വലിയ ഏരിയയിൽ എന്തെങ്കിലും പ്രത്യേക സ്റ്റഡി നടന്നിട്ടുണ്ടോ? അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം അവിടെയുള്ള ഹ്യൂമൻസിൽ അതുപോലെ ആനിമൽസിൽ ഈ ലോവർ ലിവിങ് ഫോംസിൽ ബാക്ടീരിയ, വൈറസ്, അതുപോലെയുള്ള ഈ ഫംഗസ്, അങ്ങനെയുള്ള ലോവർ ലിവിങ് ഫോംസിലും അതുപോലെ ഹയർ ലിവിങ് ഫോംസിലും ആ ചെർണോബിൽ ഏരിയയിൽ എന്തെങ്കിലും വളരെ വിശദമായിട്ടുള്ള സ്റ്റഡി നടന്നിട്ട് ഈ ലിവിങ് ഫോംസ് ചേഞ്ച് ആവുന്നതായിട്ട്, അതായത് ഒരു സ്പീഷീസ് ലെവലിൽ ചേഞ്ച്, മൈക്രോബ്സിൽ ഇപ്പോൾ ഒരു ബാക്ടീരിയ അല്ലാതാവുന്നു, മറ്റെന്തെങ്കിലും ഒരു ഫംഗസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫംഗസ് മറ്റെന്തെങ്കിലും ഒരു ആൽഗിയോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു മൾട്ടി സെല്ലുലാർ സ്പീഷീസ് ആയിട്ട് മാറുന്നതായിട്ടോ, അല്ലെങ്കിൽ ഹ്യൂമൻസിൽ ഈ ഇപ്പോൾ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ബോഡി ചേഞ്ചസ് കൂടാതെ മറ്റെന്തെങ്കിലും അഡീഷണൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റഡി അവിടെ നടന്നതായിട്ടോ. അപ്പൊ അത് ഈ എവല്യൂഷൻ ഒരു ട്രൂലി ഇപ്പോഴും നടക്കുന്ന ഒരു പ്രോസസ് ആണെന്ന് പ്രൂവ് ചെയ്യത്തക്ക നിലയിൽ ഒരു ലാർജ് സ്കെയിൽ സ്റ്റഡി ആ ഏരിയയിൽ നടന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പബ്ലിക്കേഷൻസ് ഉള്ളതായിട്ട് അറിയാമോ? ഇല്ല, എനിക്ക് അതിനെക്കുറിച്ച് പക്ഷെ ഒരു നല്ല പോയിന്റ് ആണ് പറഞ്ഞത്. കാരണം ചെർണോബിലിൽ നടന്ന ന്യൂക്ലിയർ റേഡിയേഷൻ വഴിയാണ് കുറെ മ്യൂട്ടാജെനിസിസ് ഒക്കെ നടക്കുന്നത്. പക്ഷെ അങ്ങനെ എന്റെ അറിവ് ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മാക്സിമം അവിടെ ഉള്ളത് പേഷ്യൻസ് ആണ്, ബിക്കോസ് ഓഫ് ന്യൂക്ലിയർ റേഡിയേഷൻ. കാരണം അതുകൊണ്ടാണ് അതൊരു വിഷയമായത്. കാരണം ന്യൂക്ലിയർ റേഡിയേഷൻ കോസസ് സിക്നസ്, ഇറ്റ് ഡസ് നോട്ട് കോസ് ഇവല്യൂഷൻ ഇൻ ടു സംതിങ് ബെറ്റർ. അപ്പം ദാറ്റ്സ് വൺ തിങ്. സെക്കൻഡ് തിങ്, എനിക്ക് അങ്ങനത്തെ ഒരു സ്റ്റഡി നടന്നതായിട്ട് എനിക്ക് അറിയത്തില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവല്യൂഷൻ എന്ന് പറയുന്ന റാൻഡം മ്യൂട്ടേഷൻസ് ആണ്, നോട്ട് നെസസറിലി ആൻ എക്സ്റ്റേണൽ ഏജന്റ്. അത് തേർഡ് തിങ്. ഫോർത്ത് തിങ്, നമ്മുടെ ഇവിടെ കാസർഗോഡ് തന്നെ ഐ തിങ്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കാസർഗോഡ് മറ്റേ ഫെർട്ടിലൈസർ ഇട്ടപ്പോ എനിക്ക് എൻഡോസൾഫാൻ കേസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എൻഡോസൾഫാൻ കാരണം കുറെ ഡീഫോം ബേബീസ് ഒക്കെ നടന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മ്യൂട്ടാജനസിങ്. ഈ എൻഡോസൾഫാൻ എന്നൊക്കെ പറയുന്നത് ദേ വിൽ ഗോ ഇൻ ടു ദ പ്ലാന്റ് ഡയറ്റ്. നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ കയറി ഇറ്റ്സ് എ കെമിക്കൽ മ്യൂട്ടജൻ ആൻഡ് ഇറ്റ് കോസസ് മ്യൂട്ടാജനസിസ്. ഇപ്പം ഇറ്റ് കോസസ് മ്യൂട്ടേഷൻസ്. എൻഡോസൾഫാൻ വഴി ഏതെങ്കിലും ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ അവിടെ ജനിച്ച് ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ എൻഡോസൾഫാന്റെ പേഷ്യന്റ് ആയിട്ട് ഉള്ള ഏതെങ്കിലും ഒരു ഹ്യൂമൻ ബീങ് അവിടെ ഉള്ള ആരെങ്കിലും എന്തെങ്കിലും നല്ല പുതിയ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെറ്റർ കേപ്പബിലിറ്റിയോട് കൂടെ വന്ന ആരെങ്കിലും നമുക്ക് അറിയാമോ? ഇല്ല. എല്ലാവരും ഉള്ളത് പേഷ്യൻസ് ആണ്. കാരണം മ്യൂട്ടേഷൻസ് cause detrimental effects. That's what I know. See, endosulfan, Chernobyl, so that's why nuclear radiation. If radiation, if these external mutagenic agents were very helpful, if mutations were very helpful, then we won't even mind these things. നമുക്കൊരു വിഷയമാവത്തില്ല. But mutagenesis is a highly detrimental, highly detrimental. Beneficial effects are very, very low. But ഇപ്പം ബ്രദർ റിജു ചോദിച്ചതിനോട് എനിക്ക് പറയാനുള്ളത്, ഐ ഡോണ്ട് നോ ഓഫ് എനി സ്റ്റഡി they can do. I think that's a good option to see if evolution is at work. ബ്രദർ, അതിൽ എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ എൻഡോസൾഫാന്റെ ഇഫക്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു ക്രോമോസോമൽ ലെവൽ മ്യൂട്ടേഷൻ അല്ല. അതായത് ഈ സെൽ ഡിവിഷന്റെ സമയത്തുള്ള ക്രോമോസോംസിന്റെ ഓർഗനൈസേഷനിലും റീഓർഗനൈസേഷനിലൊക്കെ ഉള്ള ഡിഫറൻസ് അല്ലേ വരുന്നുള്ളൂ. അത് ഒരു ജീൻ ലെവൽ മ്യൂട്ടേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട് എൻഡോസൾഫാന്റെ ഇഫക്റ്റിൽ. എനിക്ക് എൻഡോസൾഫാന്റെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. ബട്ട് എൻഡോസൾഫാൻ പേഷ്യൻസ് ആർ all have some form of debilitating mutation. എന്ന് പറഞ്ഞാൽ they have some form of some deformities. അതാണ് എനിക്ക് അറിയാവുന്നത്. ഓക്കെ ബ്രദർ, വൺ മോർ തിങ്, ഇത്രേ ഉള്ളൂ. അതായത് ഈ എവല്യൂഷൻ പ്രൂവ് ചെയ്യാനുള്ള ഒരു ഫീൽഡായിട്ട് ഈ ഏതെങ്കിലും എത്തീസ്റ്റോ അല്ലെങ്കിൽ ഈ എവല്യൂഷൻ വളരെയധികം സ്റ്റഡി ചെയ്യുന്ന ആൾക്കാര് ഈ ചെർണോബിൽ ഏരിയയിലെ എൻഡിയർ ലിവിങ് ഫോംസിൽ
അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഒന്നും ഒരിക്കലും ഉണ്ടാവാറുള്ളതല്ല. ഇപ്പൊ വളരെ ആക്സിഡന്റൽ ആയിട്ടാണല്ലോ ചെർണോബിലിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അല്ലെങ്കിൽ തന്നെ ഈ പണ്ട് നാഗസാക്കിയിലും ഹിരോഷിമയിലും ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ടായതിനു ശേഷം ജപ്പാനിലെ ആൾക്കാർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അവർക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്ക് പല വിധത്തിലുള്ള രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നൊക്കെ ആയിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ നമുക്കിപ്പോ ഈ ചെർണോബിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് അവിടുത്തെ എൻ്റെ ലിവിങ് ഫോംസ് ഇൻക്ലൂഡിങ് മൈക്രോബ്സ്, അതായത് സോയിൽ മൈക്രോബ്സ്, അതുപോലെ സോയിൽ മൈക്രോബ്സ് മാത്രമല്ല എല്ലാം നമ്മുടെ പ്ലാന്റ്സ്, മറ്റ് ആനിമൽസ്, ഇവരിലെല്ലാത്തിലും നടന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് ഒരു വലിയ സ്റ്റഡി നടത്തിയിട്ട് ഈ മ്യൂട്ടേഷൻ ഒരു അടുത്തൊരു എവല്യൂഷണറി അടുത്തൊരു സ്റ്റേജിലേക്ക് ഇവിടുത്തെ ഉള്ള ഈ ഭാഗത്തു നിന്നുള്ള ക്രീച്ചേഴ്സ്, ഇങ്ങനെയുള്ള ലിവിങ് ഫോംസ് അടുത്തൊരു എവല്യൂഷണറി സ്റ്റേജിലാണ്, അല്ലെങ്കിൽ അടുത്തൊരു എവല്യൂഷണറി സ്റ്റേജിൽ ഇത്ര വർഷം കഴിയുമ്പോൾ അവ എത്തും എന്ന് പറയത്തക്ക നിലയിൽ ഒരു സ്റ്റഡി ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഇല്ലേ? ആ സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിട്ട് ഈ നമ്മുടെ ഈ പറയുന്ന നേച്ചറിലോ അങ്ങനെ എന്തെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സയന്റിഫിക് ജേർണൽസിലൊന്നും ഒരു സ്റ്റഡി വരാത്ത? ഞാൻ വായിച്ചിട്ടില്ല. ബ്രദർ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയാം. കാരണം എവല്യൂഷൻ പ്രൂവ് ചെയ്യാനുള്ള ഒരു വലിയ ചാൻസ്, ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ആ ഏരിയയിലെ ലിവിങ് ഫോംസിനെ, ലൈഫ് ഫോംസിനെ കുറിച്ച് സ്റ്റഡി ചെയ്താൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. I think Mithun, you wanted to add something. ഓക്കെ, താങ്ക് യു. റജി ബ്രോ, നമ്മൾ മ്യൂട്ടേഷൻ്റെ എഫക്ട്സ് പഠിക്കാൻ ചെർണോബിലിൻ്റെ ഇൻസിഡൻറ്റ് നോക്കണമെന്നില്ല. ഇപ്പം നമുക്ക് തന്നെ ലാബിൽ മ്യൂട്ടേഷൻസ് ഇൻറ്റൻഷനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം അങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണമാണ് ഡിറക്റ്റഡ് എവല്യൂഷൻ എന്ന് പറയും. അതായത് ഇപ്പം നമ്മളൊരു പ്രോട്ടീനെ നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ പ്രോട്ടീനിൽ റാൻഡമിലി മ്യൂട്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരു മില്യൺസ് അല്ല, ട്രില്യൺസ് ഓഫ് വേരിയൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഇൻറ്റൻഷനലി. അപ്പോൾ ഇതിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു വളരെ കുറവായിരിക്കും ഒരു എന്താ പറയുക മോഡിഫിക്കേഷൻ ഇമ്പ്രൂവ് ആവണത്. അതാണ് ഡിറക്റ്റഡ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണിക്കണം എന്ന് വെച്ചാൽ ഈ മ്യൂട്ടേഷൻസ്, എല്ലാ മ്യൂട്ടേഷൻസും ഹാംഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ചില റെയർ മ്യൂട്ടേഷൻസ് ഉണ്ടാവും ബെനിഫിഷ്യൽ ആയിട്ട്. അപ്പോൾ ആ റെയർ മ്യൂട്ടേഷൻ. പക്ഷെ ബ്രദർ, അതിന് മ്യൂട്ടേഷൻ എന്നാണോ പറയുന്നത്? കാരണം ഈ പ്രോട്ടീനിലും മ്യൂട്ടേഷൻ ചെയ്യാറുണ്ടോ? അത് നമ്മൾ പ്രോട്ടീനിന് മുമ്പ് ഈ അമിനോ ആസിഡ്സിന്റെ അസംബ്ലി ആണല്ലോ ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അമിനോ ആസിഡ്സ് തന്നെ ഈ DNA കോഡിലെ ലെറ്റേഴ്സിന്റെ എന്നുള്ള ഇൻഫർമേഷൻ, അതിന്റെ അതിന്റെ ഈ അറേഞ്ച്മെന്റ്സ് അനുസരിച്ചാണല്ലോ അമിനോ ആസിഡ്സ് ഉണ്ടാകുന്നത്. അപ്പൊ പ്രോട്ടീൻ ലെവലിലാണോ മ്യൂട്ടേഷൻ നടക്കുന്നതോ ബേസ് ലെവലിലാണോ? ബേസ് ലെവലിലാണ്. ജീൻ മ്യൂട്ടേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ആ ജീൻ നമുക്ക് ഓരോ സെൽസിലേക്കും മ്യൂട്ടേറ്റഡ് വേരിയൻസ് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ജീൻസ്, ആ ഓർഗാനിസം പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യണത് ഒരു സെലക്റ്റഡ് എൻവയോൺമെന്റിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടാണ് അത് ഇമ്പ്രൂവ് ആയോ നോക്കണത്. ബ്രദർ, ഇപ്പോഴത്തെ ഫീൽഡിൽ വളരെ ഇക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ ബയോളജിക്കൽ സിസ്റ്റത്തിൽ ഇപ്പോൾ ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഈ മോളിക്കുലർ ലെവലിലോ അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ ലെവലിലൊക്കെ ഭയങ്കര മാറ്റങ്ങൾ വരുത്തി നമുക്ക് പുതിയ പ്രോഡക്ട്സ് എന്തെങ്കിലും ഉണ്ടാക്കിയതായിട്ടുള്ള, ലേറ്റസ്റ്റ് എന്തെങ്കിലും പ്രോഡക്ട്സ് ഉണ്ടാക്കിയതായിട്ടുള്ളത് അറിയാമോ? ലേറ്റസ്റ്റ് പ്രോഡക്ട്സ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ഡിറക്റ്റഡ് എവല്യൂഷണൽ വഴി നമുക്ക് പ്രോട്ടീനിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റിയുണ്ട് ഇഷ്ടം പോലെ. അത് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷെ ചെയ്യാൻ പറ്റും, പോസിബിൾ ആണ്. ഓക്കെ, താങ്ക് യു. ജെറിൻ, നമുക്ക് ലൈക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയം. I mean, biologists like Jerry Coyne ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു റെസ്പോൺസ് ആണ്. ഈവൻ what's that guy's name? I forgot. അവർ റെസ്പോണ്ട് ചെയ്യുമ്പോഴത്തേന് അവർ ഇറെഡ്യൂസിബിൾ കോംപ്ലക്സിറ്റിക്ക് എതിരായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇറ്റ് ഡസ് നോട്ട് meet the criteria of falsification, which again is true, that you cannot falsify such a hypothesis, because eventually irreducible complexity is a part of the intelligent design argument. So any sort of argument that invokes science, I personally have reservations that, using I mean,
treat the whole intelligent design enterprise as supporting a philosophical argument for God's existence rather than a scientific one. So I'm not surprised that scientists in general will have a problem with irreducible complexity. The third kind of argument that is stated in response is obviously the famous God of the gaps argument. But ഇത്രയും ചില reasons ഉണ്ട്, even if you take the politics aside. But ഇവിടെ എല്ലാം അംഗീകരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ the complexity is agreed upon. The but the attempts are made that evolution can explain. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചില സ്പെസിഫിക് എക്സാമ്പിൾസ് ആണ് ഇപ്പം മൈക്കിൾ ബേഹി മുൻപോട്ട് വെച്ച എക്സാമ്പിൾസ് പല ആൾക്കാരും ക്രിട്ടിസൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഹൈപ്പോത്തറ്റിക്കലി. But I don't think that the concept itself has been falsified in my limited understanding. സോ ഞാനൊന്ന് ജസ്റ്റ് ഞാനൊരു ഒറിജിനൽ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചതിൻ്റെ കാരണം ഞാൻ ആ പൊളിറ്റിക്സ് ആൻഡ് റിലീജിയസ് ബിലീഫിലേക്ക് പോകാതെ തന്നെ ഞാനത് ചോദിച്ചതിൻ്റെ കാരണം ഇതാണ്. അതായത് നമ്മുടെ പൊതുവിൽ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവല്യൂഷൻ, തിയറി ഓഫ് എവല്യൂഷൻ ഉണ്ട്, അതിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് ഇൻ്റലിജൻറ്റ് ഡിസൈനാണ്. ഈ രണ്ട് പോസിബിലിറ്റീസേ ഉള്ളൂ എന്നുള്ളത് വരുമ്പോഴാണ് നമ്മൾ എവല്യൂഷനെ ഇപ്പം ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എവല്യൂഷണറി പ്രോസസ്സിനെ നമ്മൾക്കിപ്പോൾ അറിയാവുന്ന എവല്യൂഷൻ തിയറിക്ക് ഒരു ചലഞ്ചായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ലാർജ് സെറ്റ് ഓഫ് സയൻറ്റിസ്റ്റുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻ്റലിജൻറ്റ് ഡിസൈൻ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു ഹിഡൻ അസംഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ ദാറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി ട്രൂ അല്ലേ? അതായത് ദാറ്റ് ഓൺലി പ്രൂവ്സ് ദാറ്റ് ദ കറൻറ്റ് എവല്യൂഷണറി തിയറി ഈസ് നോട്ട് സ്ട്രോങ് എനഫ്. അപ്പം ദർ ഇസ് എ തേർഡ് പോസിബിലിറ്റി, അതായത് ഇൻ്റലിജൻറ്റ് ഡിസൈൻ കൊണ്ടുവരാതെ തന്നെ ദർ കുഡ് ബി എ എവല്യൂഷണറി തിയറി ബി വിച്ച് ഇസ് മോർ എഫിഷ്യൻറ്റ് ദാൻ ദ വേർഷൻ ദാറ്റ് ഡാർവിൻ ഗേവ് us. അപ്പം അങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ സ്റ്റിൽ ഒരു ലാർജ് സെക്ഷൻ ഓഫ് ദി സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് they can subscribe to this irreducible complexity. കാരണം they are not forced to actually take intelligent design. See, first of all, intelligent design എന്ന് പറയുന്നത് നമുക്കൊരു സയൻറ്റിഫിക് തിയറി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് യു ഹാവ് ദിസ് പ്രോബ്ലം ഓഫ് ഫാൾസിഫിക്കേഷൻ. ഒരു ഫാൾസിഫിക്കേഷൻ പറ്റുകയില്ല. അപ്പം സോ ഇറ്റ് ഇസ് നോട്ട് എ വാലിഡ് തിയറി അഗേൻസ്റ്റ് എവല്യൂഷൻ. ഐ എം നോട്ട് സെയിങ് ദറ്റ് യു ക്യാൻ ഹാവ് എ പേഴ്സണൽ ബിലീഫ്, ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. പക്ഷേ ഒരു സയൻറ്റിഫിക് ഡിസ്കോഴ്സിൽ എവല്യൂഷണറി തിയറിക്ക് എതിരെ ഒരു പാരലൽ തിയറി ആയിട്ട് കൊണ്ടുവരാൻ പറ്റാത്തൊരു തിയറിയാണ് intelligent design because of this falsification problem. Then the next best possibility is that you have two parallel evolutionary theories saying that there might be a different model of the evolution which can account for this irreducible complexity. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു ലാർജ് സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഇപ്പോൾ ഉള്ള ഡാർവിനിയൻ എവല്യൂഷനെ തള്ളിക്കളയേണ്ട സമയമായില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, പക്ഷെ അവിടെ ഒരു പ്രശ്നം, ഇതും ഒരു ഈ ബൈനറി ഓൾട്ടർനേറ്റീവിന്റെ ഒരു ചാലഞ്ചും ഈ ആർഗ്യുമെന്റിനെതിരെ ഉന്നയിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദാറ്റ് ബേസിക്കലി ഇവിടെ ഒരു അസംപ്ഷൻ എടുക്കുന്നത് that if you reject this you have to take ID. But I don't think, we don't have to call it intelligent design per se, but some form of a design, അല്ലെങ്കിൽ some sort of a process structuralist view that basically would say that evolution was always goal oriented. പക്ഷെ അവിടെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ and I think that physicists take that position to explain fine tuning, that there was the evolution of cosmos was eventually physicists എന്ന് പറയുമ്പോഴത്തേന് some, not everyone, but some folks like people like Roger Penrose would take a view that this was, the entire process was goal oriented. പക്ഷെ അവിടെ അവർ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് അല്ല even those guys make. So I think if there is a third alternative you can give it, but I don't think that there can be an alternative that takes away the possibility of a mind. So അങ്ങനത്തെ ഒരു റോഡ് ബ്ലോക്ക് ആണ് ഞാൻ അവിടെ കാണുന്നത്. If there is a different evolutionary hypothesis that can be built which subtracts any sort of a external agency or mind, which I think should be the case with naturalistic science, pure naturalistic processes giving rise to such complexity. Maybe Jerrin also addressed that problem as well when he said that about de-evolution, and if you wants to add more on that such systems can only be built by breaking down in the process. So I don't have Jerrin, if you want to add something more you can add, but I don't think that there is
a pure naturalistic alternative to evolution that could eventually explain അതായത് irreducible complexity എന്നൊരു കോൺസെപ്റ്റ് എടുത്താൽ you'll have to infer some sort of a goal oriented process or a design. It need not be called an intelligent design movement. And I totally agree with your point that end person that intelligent design, although it is a scientific case that is made for a designer, എനിക്ക് തോന്നുന്നു അത് മെയിൻലി അതിനെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ eventually it points to this external agent, and I think that our methods of science would not allow for a divine foot at the door. Correct. Thanks. Midhun എന്തോ പറയാൻ വരുന്നുണ്ട്, so I think Midhun, if you want to add, then we can. ഓക്കെ, താങ്ക് യു. അക്ഷർ ബ്രോ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. പ്യൂർലി മെറ്റീരിയലിസ്റ്റിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മോഡൽ പോലും ഇല്ല. പക്ഷേ എവല്യൂഷണറിക്ക് വേറെ മോഡൽസ് ഉണ്ട്. ഇപ്പോൾ സാംബ്രോയ്ക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, ഡസ് ഇവല്യൂഷണറി തിയറി നീഡ് റീതിങ്ക്. 2014 നേച്ചറിൽ വന്നൊരു ആർട്ടിക്കിളാണ്, ഓപ്പൺ ആക്സസ് ആണ്. ബ്രോ ജസ്റ്റ് വായിച്ചു നോക്കുക. അതിൽ എക്സ്റ്റെൻഡഡ് ഇവല്യൂഷണറി സിന്തസിസ് എന്ന് പറഞ്ഞ ഒരു പുതിയ മോഡലാണ്. അതിനെക്കുറിച്ച് കുറേ സയൻറ്റിസ്റ്റുകൾ അവരുടെ ഇത് പറയുന്നുണ്ട്, അവരുടെ ഒരു കമൻറ്റിൽ പറയുന്നുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, വേറെ മോഡലിനെ കുറിച്ച് അറിയാൻ പറ്റും. അത് ഇപ്പോൾ ഉള്ള കറണ്ട് സ്റ്റാൻഡേർഡ് തിയറിയെക്കാളും ബെറ്റർ എന്നാണ് എൻ്റെ പക്ഷം. അത് ഈ റെഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്ന് ജെറിൻ പറഞ്ഞ ഒരു പോയിന്റ് അഡ്രസ് ചെയ്യുന്നുണ്ടോ? അതും കൂടെ ഇൻവോൾവ് ചെയ്തുള്ള ഒരു സൊല്യൂഷൻ ആണോ ആ തിയറി പുട്ട് ഫോർവേഡ് അല്ല ചെയ്യുന്നത്? മിഥുൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പൊ ഈ ഐ ഡോണ്ട് നോ ദ എക്സ്റ്റെൻഡഡ് ദിസ് തിങ്, ബട്ട് ദി പ്രോസസ് സ്ട്രക്ചറലിസ്റ്റ് വ്യൂ that a lot of top-notch evolutionary biologists take today. ഇപ്പം ജെഫ്രീസ് ക്ലോസോ അല്ലെങ്കിൽ സൈമൺ കോൺവേ മോറിസ് ഒക്കെ പറയുന്ന വ്യൂ, അതും ബേസിക്കലി ഐ തിങ്ക് ക്യാൻ എക്സ്പ്ലെയിൻ ദ കോംപ്ലക്സിറ്റി. വാട്ട് ദ വ്യൂ ദാറ്റ് ദേ ടേക്ക് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. അവർ പറയുന്നത് ഈ എവല്യൂഷന്റെ ക്ലോക്ക് കംപ്ലീറ്റ്ലി പുറകോട്ട്, ഈ ബൈ ദ വേ സൈമൺ കോൺവേ മോറിസ് അദ്ദേഹത്തിന്റെ വർക്ക് ആ കേംബ്രിയൻ എക്സ്പ്ലോഷനിലുള്ള വർക്കാണ്. അദ്ദേഹം സ്റ്റീഫൻ ജെ ഗോൾഡുമാണ് എവല്യൂഷണറി പാരഡൈം തന്നെ കംപ്ലീറ്റ്ലി മാറ്റിയത്. ദിസ് ഗൈ ഈസ് എ paleontologist and evolutionary biologist at Cambridge. So Conway Morris ഒക്കെ ആർഗ്യൂ ചെയ്യുന്ന പറഞ്ഞാൽ, but again this cannot be tested either ways. ഈ സൈഡിന് ടെസ്റ്റ് ചെയ്യാൻ പറ്റാതെ the other the side that people like Gold would make, that also cannot be tested. But what the Conway Morrisന്റെ ഒക്കെ argument എന്ന് പറഞ്ഞാൽ, if you take the entire clock back and start again the entire evolutionary process, you would still end up with remarkably similar form existence, and our existence would include the complex structures that you see. The example that he gives in some of his talks is about the human eye. Human eye complexity, now we are talking about the complexity of an organ, would be that if any of the component goes missing, the eye will not work. And each of the component, and evolutionary history തന്നെ, I think 7 independent times the eye has evolved. And this itself shows that there was a independent change of evolutionary transmission that would eventually end up in creating this camera like eye. അപ്പോൾ ആ ഒരു കേസ് വെച്ച് അവർ ഇൻഫർ ചെയ്യുന്നതാണ് that you take the clock back and you run it again, you will still end up here. അപ്പോൾ അങ്ങനത്തെ വ്യൂ ഓഫ് എവല്യൂഷൻ ഉണ്ട് കേട്ടോ. by the way, I just miss saying that. So ഈ പ്രോസസ് സ്ട്രക്ചറലിസ്റ്റ് ആർ നോട്ട് ഇന്റലിജന്റ് ഡിസൈൻ പ്രൊപ്പോണൻറ്റ്. സൈമൺ കോൺവേ മോറിസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇന്ന് എവല്യൂഷണറി ഫീൽഡിൽ ഒരു പ്രോമിനന്റ് പ്രോഗ്രാം ആണല്ലോ ഹാർവർഡിലെ പ്രോഗ്രാം ഫോർ എവറി ഡൈനാമിക്സ്. അത് ലീഡ് ചെയ്യുന്ന മാർട്ടിൻ നോവാക്, മാത്തമാറ്റിക്കൽ ബയോളജിസ്റ്റ്. അവരൊക്കെ കൂടുതലും ഒരു പ്രോസസ് സ്ട്രക്ചറലിസ്റ്റിക് വ്യൂ ഓഫ് എവല്യൂഷൻ എടുക്കുന്ന അഗെയിൻസ്റ്റ് എ നിയോ ഡാർവിനിയൻ വൺ. Okay, yeah. Thank you. I'll read more about it. അങ്ങനെ ഒരു തിയറി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. താങ്ക് യു. Asher, like closing statements on Asherനും Jerrin brother. Yeah, I think Jerrin, if you can probably add some closing statements, അത് കഴിഞ്ഞിട്ട് നമുക്ക് we can close. അപ്പോൾ I think നമ്മൾ ഇന്ന് കണ്ടതുപോലെ there are lot of things in the cell which are required. എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിനകത്ത് there are a lot of components, lot of processes that make the cell entirely complex. For a full and complete functioning of a cell, you need all of those components, and
removal of some components makes it malfunctional, or not malfunctional, less functional. It loses certain function. It can, it can go awry also. അങ്ങനത്തെ ഒരു, that is what we see when the cell has a very complex structure. Now we see that we have also seen that uh, how development occurs, how the cell, how it's very specialized, how in the human body we have a lot of these structures. Uh, on the outside it looks very colorful, and yes, it is. Even that it is indeed very complex. ഈ ഇതിനെക്കുറിച്ചുള്ള ഗവേഷണമൊക്കെ തുടങ്ങിയിട്ട് I think കുറെ വർഷങ്ങളായി they started using deep biology techniques to find this thing. But even today we are still finding out something new, because that's how complex and beautiful the cell is. And I think അപ്പം ഇതൊക്കെ വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പുതിയ ഫങ്ഷൻസ്, എസ്പെഷ്യലി if you look under the microscope, ഇതൊക്കെ കാണുമ്പോൾ it's really it's really helps you to think that I according to me that God created and that it was intelligently designed is what I would think, and that it is irreducibly complex that points towards a form of a design is what I would say as my closing statement for today. Thank you. Thank you, Jerrin. It was very brilliant. So, yeah, a layperson മനസ്സിലാവുന്ന രീതിയിൽ explain ചെയ്തതിന് thank you. Asher, you want to add something? Or No, nothing as such, but yeah, very, very good session, Jerrin. Thank you so much for coming on. നമ്മൾ ഇങ്ങനത്തെ സെഷൻസ് പലതും ഇനിയും ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇങ്ങനത്തെ സെഷൻസ് ചെയ്യുമ്പോഴത്തേന് the audience that we expect is also in the numbers that we saw today. But the point is to പക്ഷേ ഇത്രയും സെഷൻസ് താല്പര്യപ്പെടുന്ന ഒത്തിരി പേരുണ്ട്, and I understand that. That's why we do such sessions as well. The argument that Jerrin presented was a form of നമ്മൾ നേരത്തെ നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് teleological argument, and we have അതിന്റെ ഒരു ഫിസിക്സ് സൈഡ് we have talked often in the past. ഇന്നാണ് ബയോളജി സൈഡ് ഇത്രയും സ്പെസിഫിക് ആയിട്ട് സംസാരിച്ചത്. Eventually the cumulative case, right? Whenever we talk about നമ്മൾ ഈ ദൈവത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേന് സാധാരണ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സയന്റിഫിക് എവിഡൻസ് ഉണ്ടോ ദൈവത്തിന്. And the question is a very wrong question. If there is any scientific evidence that shows clearly that God exists, I would not be a theist, because by definition God cannot be shown via science, and that sort of an entity cannot be God. But what the point is that using what we know, right, സയൻസിന്റെ ബൗണ്ടറിക്കകത്തുള്ള കാര്യങ്ങളെ സയൻസിന് സ്പെസിഫിക്കലി പറയാൻ പറ്റത്തുള്ളൂ. When you look at that, be it the fine tuning that we spoke about in the cell-ന്റെ മാത്രം ഒരു കോണ്ടെക്സ്റ്റ് എന്നാൽ ഇത്രയും പറഞ്ഞു. But if you talk about the entire biological sphere, and you talk about, let's say, the physical realm, probably we will again have conversations on the cosmological fine tuning later. But ഇതെല്ലാം നോക്കുമ്പോഴത്തേന് the point is that how do you make the best inference? That's the question. And for me, I am an intellectually satisfied theist, because when you take these independent components and then you ask, is it more probable on theism versus atheism? I think a rational mind in choose ചെയ്യാൻ പറ്റുന്ന option is theism. So obviously the answers that we get from the atheist are often that this is how it is. There's always a necessity begging. Even when you talk about biological fine tuning ne പറ്റി പറയുകയാണെങ്കിലും cosmological fine tuning ne പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഒരു നെസസറി ബെഗ് ചെയ്യുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. But on a theist position, we can very safely articulate that there is an intelligent creator, there is a God who really cares, and he was involved in the entire process of creation. So that is the argument that we presented today, and we will be presenting more arguments വരും ദിവസങ്ങളിലും. ഇങ്ങനത്തെ പല ആർഗ്യുമെന്റുകളും നമ്മൾ ഗ്രേസൽസിൽ ഇനിയും പറയുന്നതായിരിക്കും അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും we hope that your presence will be there. So thank you for everyone who came in, who participated, especially folks like Sam, മുമ്പ് സംസാരിച്ച മിഥുൻ, Arun. Some of those people really contributed to the conversation along with what Jerrin had already offered, and it was really great having you all. Thank you. You can end the room, Deepu.
Yeah, we'll almost end this room. Before that, I would like to thank Jerrin brother once again for accepting our invitation and coming.